യോഹന്നാൻ്റെ ഒന്നാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 27-ാമത് വാക്യത്തിൻ്റെ പ്രാരംഭ ഭാഗമാണ് നമ്മൾ വായിച്ചത്. ദീർഘനേരം അതിൽ നിന്ന് ശുശ്രൂഷിക്കാനായിട്ടുണ്ട്. 1, 2, 3, 4 ചിന്തകൾ നിങ്ങളുടെ പരമാർത്ഥ മനസ്സിലേക്ക് ഉണർത്തുവാനാണ് ആഗ്രഹിക്കുക. യോഹന്നാൻ്റെ ലേഖനങ്ങൾ 3 യോഹന്നാൻ്റെ സുവിശേഷ ഗ്രന്ഥം 1, യോഹന്നാൻ്റെ പ്രവചന ഗ്രന്ഥം 1, അങ്ങനെ യോഹന്നാൻ്റെ പഞ്ചഗ്രന്ഥങ്ങൾ 5 പുസ്തകങ്ങൾ നമുക്ക് പുതിയ നിയമത്തിൽ ലഭിക്കപ്പെടുന്നുണ്ട്. ആ 5 പുസ്തകങ്ങളും അനുഗ്രഹീതമായിരിക്കുന്ന, അതിൽ 2 ഏകാധ്യായ ലേഖനങ്ങളാണ്. എന്നാൽ പോലും അതിനെ പുസ്തകമെന്ന് തന്നെ വിളിച്ചിരിക്കുന്നു. ലേഖനങ്ങൾ ആണ്. 5 പുസ്തകങ്ങൾ, മഹനീയമായ ഗ്രന്ഥങ്ങൾ. അപ്പോസ്തലന്മാരെല്ലാവരുടെയും പുസ്തകങ്ങൾ യോഹന്നാൻ വായിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ യോഹന്നാന് നല്ല മതിപ്പാണുള്ളത്. എന്നാൽ യോഹന്നാൻ്റെ ഈ 5 പുസ്തകങ്ങൾ മറ്റ് അപ്പോസ്തലന്മാർ പൗലോസ് അടക്കമുള്ളവർ കണ്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സന്ദേഹമാണ്. കാരണം അവരൊക്കെ ഇമ്പങ്ങളുടെ തീരമണഞ്ഞ ശേഷമാണ് ഈ പുസ്തകങ്ങളെല്ലാം രംഗത്ത് വന്നിട്ടുള്ളത്, താൻ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ യോഹന്നാൻ്റെ പഞ്ചഗ്രന്ഥങ്ങൾ വേറെ ആരും അപ്പോസ്തലന്മാർ അക്കാലത്തുള്ളവരാരും കണ്ടിട്ടുണ്ടാകില്ല. പത്രോസോ, പൗലോസോ, മത്തായി, മർക്കോസ്, ലൂക്കോസ് അവരാരും കണ്ടിട്ടുണ്ടാകില്ല. കാരണം AD 90 ശേഷമാണ് ഈ പുസ്തകങ്ങളെല്ലാം പിറവിയെടുക്കുന്നത്. അതിനു മുമ്പേ അവരൊക്കെ ഇമ്പങ്ങളുടെ തീരുമണഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ യോഹന്നാൻ്റെ കൃതികൾ ദൈവസഭയുടെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഈടുറ്റ അനുഗ്രഹിത കന്യഗർഭങ്ങളാണ്. ശ്രദ്ധിക്കണം കുഞ്ഞുങ്ങൾ, ഞാൻ ഈ പറയുന്ന പദങ്ങൾ: 1 സത്യം, 2 ജീവൻ, 3 വെളിച്ചം, 4 അഭിഷേകം. ഈ പദപ്രയോഗങ്ങൾക്ക് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് യോഹന്നാൻ്റെ ഗ്രന്ഥങ്ങൾ വളരെ മനോജ്ഞമായി നിലകൊള്ളുന്നു. വെളിപ്പാട് പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന സംഭവ പരമ്പരകളുടെ ഒരു ആവിഷ്കാര ഭംഗിയുള്ളതുകൊണ്ട് അത് പ്രാവചനിക ഗ്രന്ഥമാണ്. യുഗാന്ത്യ വിജ്ഞാനീയം എന്ന് വേണമെങ്കിൽ ഭാഷയിൽ നല്ല പദം നമുക്ക് ഉപയോഗിക്കാം. യുഗാന്ത്യ വിജ്ഞാനീയം. ഈ യുഗത്തിൻ്റെ സമാപനത്തിൽ എന്ത് സംഭവിക്കുമെന്നുള്ള കാര്യം താൻ കണ്ടിട്ട് വ്യക്തമായി നമുക്ക് പകർന്നു തന്നിട്ടുള്ള വിശേഷ ഗ്രന്ഥമാണ് വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷ ഗ്രന്ഥം എന്ന് പറയുന്നത് ക്രിസ്തു യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വപൂർണമായിരിക്കുന്ന ഒരു അവതരണ ഭംഗിയുള്ള അനുഗ്രഹിത ഗ്രന്ഥമാണ് എന്നറിയണം. മത്തായി യേശുവിൻ്റെ രാജത്വത്തെ പ്രകീർത്തിക്കുമ്പോൾ മർക്കോസ് യേശുവിൻ്റെ വിനീത വിധേയനായ ദാസ്യത്വത്തിൻ്റെ മഹത്വമാണ് പ്രകീർത്തിക്കുന്നത്. ലൂക്കോസ് ആകട്ടെ യേശുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ തിളക്കം. 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചോ ഞാൻ ഈ പറയുന്നത്? 3 കാര്യങ്ങൾ. 1, മത്തായി യേശുവിൻ്റെ രാജത്വത്തിൻ്റെ മഹത്വമാണ് വെളിപ്പെടുത്തുന്നത്. മർക്കോസ് യേശുവിൻ്റെ ദാസ്യത്വത്തിൻ്റെ മഹത്വമാണ്. ലൂക്കോസ് യേശുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ മഹത്വമാണ് വെളിപ്പെടുത്തുക. ഈ 3 പേരും യേശുവുമായി ബന്ധപ്പെട്ട് ഈ 3 ചിന്തകൾ സവിസ്തരം രേഖപ്പെടുത്തി അവരുടെ പുസ്തകം അവസാനിപ്പിക്കുമ്പോൾ യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വം അതിനകത്ത് കുറവായി കണ്ടത് പൂരിപ്പിക്കാനാണ് യോഹന്നാൻ മുൻപോട്ട് വരിക. ദ ഡിറ്റി ഓഫ് ജീസസ്, യേശുവിൻ്റെ ദൈവത്വം, ഡിവിനിറ്റി ഓഫ് ജീസസ് എന്നൊക്കെ നമുക്ക് പറയാം. യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വം, ദൈവത്വത്തിൻ്റെ ഔന്നത്യം, ദൈവത്വത്തിൻ്റെ ഉത്തുംഗ പ്രതാപം, അതൊക്കെയാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷ ഗ്രന്ഥങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 4 സുവിശേഷങ്ങൾ എന്നൊക്കെ സാധാരണ നമ്മൾ പറയാറുണ്ട്. അബദ്ധമാണ്, അങ്ങനെയൊന്നും മണ്ടത്തരം പറയരുത്. 4 സുവിശേഷങ്ങളില്ല. ഒറ്റ സുവിശേഷത്തെ അടിസ്ഥാനമാക്കി 4 സുവിശേഷ ഗ്രന്ഥങ്ങളാണുള്ളത്. 4 സുവിശേഷം ഉണ്ട്, 4 യേശു വേണം, 4 കുരിശ് വേണം, ആകപ്പാടെ മൊത്തത്തിൽ കണക്ക് തെറ്റും. 14 48 ശിഷ്യന്മാർ വേണം, മൊത്തത്തിൽ കണക്ക് തെറ്റും. അതുകൊണ്ട് 4 സുവിശേഷങ്ങളില്ല. പിന്നെ എത്ര സുവിശേഷം? ഒറ്റ സുവിശേഷം. അതിനെ അടിസ്ഥാനമാക്കി 4 സുവിശേഷ ഗ്രന്ഥങ്ങളാണുള്ളത് എന്ന് പറയണം. ഓക്കെ, അപ്പോൾ ഈ യോഹന്നാൻ്റെ സുവിശേഷം വളരെ വൈകിയാണ് പിറവിയെടുത്തതെങ്കിലും ആദ്യത്തെ സുവിശേഷ ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കാത്തതായ യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ മഹിമ വിശദീകരിക്കുന്ന അനുഗ്രഹീതമായൊരു പുസ്തകമാണ് സുവിശേഷ ഗ്രന്ഥം യോഹന്നാൻ എഴുതിയത്. ഒരു കാര്യം ഓർത്തുകൊള്ളണം, ഒരു പദം ഓർത്തുകൊള്ളണം: ഹൈ ക്രിസ്റ്റോളജി. എന്തോന്നാ കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ്? ഹൈ ക്രിസ്റ്റോളജി അല്ല, പിന്നെ ഹായ്. നമ്മളൊരാളിനെ കാണുമ്പോൾ ഹായ് എന്ന് പറയാം. ആ ഹായ് അല്ല, പിന്നെ ഹായ്, HIGH, ഹൈ ക്രിസ്റ്റോളജി എന്ന് പറഞ്ഞാൽ എൻ്റെ മലയാളം ഉന്നത ക്രിസ്തു വിജ്ഞാനീയം. ഉന്നത ക്രിസ്തു വിജ്ഞാനീയം. ക്രിസ്തുവിൻ്റെ മഹത്വപൂർണമായ ദൈവത്വത്തിൻ്റെ ആ അനുഗ്രഹീത പ്രതാപത്തെയാണ് വെളിപ്പെടുത്തുക. ആദ്യത്തെ 18 വാക്യങ്ങളുണ്ടല്ലോ സുവിശേഷ ഗ്രന്ഥത്തിലെ ആദ്യത്തെ 18 വാക്യങ്ങൾ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, ആ വചനം
ദൈവമായിരുന്നു എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്ന ആ സംഗതി, ആദി, യോഹന്നാൻ പറയുന്ന ആദി ഉണ്ടല്ലോ, മോശ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന ആദിക്കും അപ്പുറത്തൊരാദി ഉണ്ടെങ്കിൽ ആ ആദിയെയാണ് യോഹന്നാൻ പറയുന്നത്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? മോശ പറയുന്നൊരു ആദിയുണ്ട്, ആദിയിൽ ദൈവം എന്തോ ചെയ്തെന്ന ആകാശവും ഭൂമി. അപ്പം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ആദി മുതലാണ് യോഹന്നാൻ പറയുന്നത്. മനസ്സിലായില്ലേ? പക്ഷേ മോശ പറയുന്നത്. പക്ഷേ യോഹന്നാൻ കാണുന്ന ആദി, ആ ആദിക്കും അപ്പുറത്തൊരാദിയുണ്ട്. ആ ആദിയിലേ ഉള്ളവനാണ് നമ്മുടെ കർത്താവ്. അതാണ് ഹൈ ക്രിസ്റ്റോളജി എന്ന് പറയുന്നത്. ഈ മോശ പറയുന്നത് ആദിയിൽ ആകാശവും ഭൂമിയും ഉണ്ടായെന്ന് പറയുക. പക്ഷേ ആ ആകാശവും ഭൂമിയും ഉണ്ടായതിനും അപ്പുറത്ത് അതിനെ ഉണ്ടാക്കിയ ഒരുവൻ ഉണ്ടായിരുന്നു. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ആ പദം നിങ്ങൾ ശ്രദ്ധിക്കണം, തിയോളജിയാണ് അത് കംപ്ലീറ്റ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു എന്ന പ്രയോഗമാണ്, ഉളവായി എന്നല്ല. മക്കളുമാർ കേൾക്കുന്നുണ്ടോ? ഉളവായി എന്നല്ല, പിന്നെ ഉണ്ടായി എന്നല്ല, പിന്നെ ഉണ്ടാക്കപ്പെട്ടു എന്നല്ല. ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഉണ്മയായവൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിത്യത്വമാണ്, പൂർവാസ്തിത്വമാണ്. ഉണ്ടായതല്ല, ഉണ്ടാക്കപ്പെട്ടതല്ല. ആരംഭമില്ല, അവസാനമില്ല, തുടക്കമില്ല, ഒടുക്കമില്ല, ജനനമില്ല, മരണമില്ല, ജയന്തിയില്ല, സമാധിയില്ല. ആർക്ക്? നമ്മുടെ കർത്താവിന്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പിന്നെ ബെത്ലഹേമിലെ തുടക്കം എന്തുവാ? ബെത്ലഹേമിലെ തുടക്കം ദൈവത്വത്തിന്റെ ജഡാവതാരത്തിന്റെ തുടക്കമാണ്. ഗോൽഗോഥായിലെ അവസാനം മരണം എന്താ? അതാ ആ ജഡാവതാരത്തിന്റെ അവസാനമാണ്. എന്നാൽ ദൈവത്വത്തിന് തുടക്കവുമില്ല, ഒടുക്കവുമില്ലെന്ന മഹത്തായ സത്യം നമുക്ക് ബോധ്യമാക്കി തരുന്നത് യോഹന്നാൻ എന്ന ഗ്രന്ഥകാരനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് യോഹന്നാനോട് നമ്മൾ ഭയങ്കര കടപ്പാടുള്ളവരായേ പറ്റുള്ളൂ. ക്രിസ്തുവിനെ ഇത്ര ഗംഭീരമായി അവതരിപ്പിക്കാൻ തൂലിക ചലിപ്പിച്ച് ആത്മനിയോഗത്താൽ ആ ഒരു മഹത്തായ പ്രവൃത്തി ചെയ്തെടുത്ത യോഹന്നാനെ കുറിച്ച് ഞാൻ അധികം വാചാലതയിലേക്ക് വരുന്നില്ല, വാക്യത്തിലേക്ക് വരണമല്ലോ. അപ്പോൾ ഈ യോഹന്നാൻ എഴുതിയ അനുഗ്രഹീതമായിരിക്കുന്ന ഗ്രന്ഥങ്ങൾ 5 നമ്മുടെ പഠന വിധേയമാക്കണം. പ്രത്യേകിച്ച് 2025 ആണ്ടൊരു പഠന വർഷമാക്കി മാറ്റിയാൽ നല്ലതാണ്. ദൈവവചന ഗ്രന്ഥങ്ങളെ ആഴത്തിൽ വായിക്കുകയും ആഴത്തിൽ പഠിക്കുകയും അതിൻ്റെ വ്യാഖ്യാന നല്ല ഗ്രന്ഥങ്ങൾ വാങ്ങി സമയം ചെലവഴിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മുഖവരയുടെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വായിച്ച വാക്യത്തിലേക്ക് വരാം. കർത്താവിനാൽ പ്രാപിച്ച അഭിഷേകം എവിടെ വസിക്കുന്ന? മലയാള ബൈബിളിൽ അവനാൽ എന്നൊക്കെയാണ് പറയുന്നത്. അത് നമ്മുടെ ലിപിയന്തരണത്തിൻ്റെ ഒരു പ്രശ്നമാണ്. കർത്താവിനെ കയറി അവനെന്ന് ഇവനെന്നൊക്കെ വിളിക്കുന്നത് നമ്മുടെ ഭാഷയിലെ ഒരു വലിയ പരിമിതിയാണ്. അതിനിപ്പം ആ പോരായ്മ പരിഹരിക്കാനൊന്നും പറ്റത്തില്ല. 1910 ചാത്തുണ്ണി മേനോൻ സാർ എഴുതി വെച്ച ഈ പുസ്തകത്തിന് അപ്ഡേഷൻ വരുത്താൻ ഇതിനകത്ത് ഈ അവനെ ഇവനെയൊക്കെ എടുത്തു കളഞ്ഞിട്ട് ദീ ദൈ ദൗ, അങ്ങ്, അവിടുന്ന്, അവിടുത്തോട് എന്നൊക്കെ പറയാനും എഴുതാനും ഒന്നും ആരും തുനിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും 5 മിനിറ്റ് പ്രാർത്ഥിച്ചാൽ 50 പ്രാവശ്യം ദൈവത്തെ അവനെന്നും ഇവനെന്നും ഒക്കെ നമ്മൾ വിളിക്കുന്നതിൻ്റെ കാരണം അതാ. കർത്താവേ നീ ഇറങ്ങി വരണമേ, നിന്റെ ദാസനെ നിന്റെ കയ്യിൽ ഉപയോഗിക്കണേ എന്നൊക്കെ പറയാറുണ്ടല്ലോ. എത്ര പ്രാവശ്യം പറയും നീ 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 നിന്റെ 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 എന്നൊക്കെ? അത് ഈ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ട് നമ്മളത് ഈസി ആയിട്ട് അങ്ങ് ഉപയോഗിക്കുന്നു. യോഗം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ പപ്പായോട്, പപ്പായെ നീ വായിച്ച പത്രം എന്ത് ചെയ്യുന്നു ചോദിക്കാവോ? മമ്മിയെ നീ എൻ്റെ ഫോൺ എടുത്തായിരുന്നില്ല, എവിടെ കൊണ്ടുവച്ചെന്ന് ചോദിക്കാവോ? യോഗം കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ഓടനാവട്ടത്തിൽ ഇവിടുത്തെ SI നിൽക്കുക, നീ എന്നെ എവിടെ നിൽക്കുന്നത് രാത്രി? എന്നാൽ പിന്നെ അത്താഴം ഗവൺമെൻറ് ചെലവിലായിരിക്കും. മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെ നമുക്ക് ബോധമുണ്ട് ആരെയൊക്കെ നീ എന്ന് വിളിക്കണം, നീ എന്ന് വിളിക്കരുതെന്ന്. ഒരു ബോധമില്ലാത്ത വിളിയാണ് ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട് നീ 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 നിൻ്റെ എന്നൊക്കെയുള്ള പ്രയോഗം. അവിടെയൊക്കെ അങ്ങയോട്, അവിടുത്തെ, അങ്ങയോട്, അവിടുത്തെ സന്നിധി എന്നൊക്കെ പറയാൻ നമുക്ക് ഇനിയിപ്പോൾ അതൊക്കെ പറയാൻ ഭയങ്കര പാടാണ്. ഞാൻ പ്രസംഗിക്കുന്നതിന് മുമ്പ് ഒരാളിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ മൈക്ക് അങ്ങോട്ട് കൊടുത്താൽ പുള്ളി ചക്ക കുഴയുന്ന പോലെ കുഴയും. കാരണം ഈ നീ ഉപയോഗിക്കുന്നതിൻ്റെ അടുത്തെല്ലാം അതിന് പകരം ഈ അങ്ങ് അവിടുന്നൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ ഭയങ്കര പാടായിരിക്കും. അത് നമ്മളങ്ങ് ശീലിച്ചു പോയി, നമ്മളെ ആരും തിരുത്തിയില്ല തുടക്കം മുതൽ. അതുകൊണ്ടാണ് ഈ കുഴപ്പം. മലയാളിയുടെ പ്രാർത്ഥനയ്ക്കൊക്കെ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഒന്നീ നീ നിൻ്റെ എന്നൊക്കെ പറയുന്ന ആ പ്രയോഗം. അതുമാത്രമല്ല, ദൈവത്തോട് അപേക്ഷിക്കുന്നതിന് പകരം ദൈവത്തോട് കൽപ്പിക്കുക, കർത്താവേ വന്നാട്ടെ, അനുഗ്രഹിച്ചാട്ടെ, ഞങ്ങളുടെ മധ്യയിലൂടെ ഉലാവിക്കാട്ടെ, മൊത്തം ഠേ 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 എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുക. മനസ്സിലായി? നമ്മുടെ പ്രാർത്ഥനയിൽ അങ്ങനെയും കൂടെ ഒരു കുഴപ്പമുണ്ട്. ഉപവാസ പ്രാർത്ഥന ഇരിക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, സത്യത്തിൽ വേദപുസ്തകത്തിലെ പ്രാർത്ഥനകളൊക്കെ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ആ വാചകങ്ങളെല്ലാം അവസാനിപ്പിക്കുന്നത് നമേ 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 എന്നാണ്.
എൻ്റെ പ്രാർത്ഥന കേൾക്കേണമേ, ചെവി ചായ്ക്കേണമേ, വരേണമേ, തരേണമേ, കഴുകേണമേ, താങ്ങേണമേ, ഓർക്കേണമേ, എല്ലാം നമേ നമേ. അതിന് ആദരവാണ്. ആ നമേ നമയ്ക്ക് പകരം മലയാളി വന്നാട്ടെ, തന്നാട്ടെ, കൃപ വ്യാപരിപ്പിച്ചാട്ടെ എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ആ പ്രയോഗങ്ങൾക്കെല്ലാം എന്തോ വരണം, മാറ്റമുണ്ടായി പറ്റൂ. 18ാമത് രാത്രിയായിട്ട് മാറിയില്ല, ഇനിയിപ്പോൾ എത്ര രാത്രി കൊണ്ട് മാറാനാ? പക്ഷെ ക്രമേണ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് കഴിയണം എന്നുകൂടെ ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുക. അപ്പം ഈ അവനാൽ പ്രാപിച്ച അഭിഷേകം എന്നുള്ളത് തിരുത്തി വായിക്കണം. കർത്താവിനാൽ പ്രാപിച്ച അഭിഷേകം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ആ അഭിഷേകത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. കർത്താവ് ഇന്ന് രാത്രിയിൽ ചില നിയോഗങ്ങൾ, ചില പ്രത്യേക ദൗത്യങ്ങൾ ചിലരുടെ മേൽ എറിഞ്ഞു തരും. ചാടി പിടിച്ചെടുത്തോണം. കർത്താവെ ഞാനുണ്ട്, ഞാനുണ്ട്, അങ്ങയ്ക്ക് വേണ്ടി ഞാനുണ്ടെന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് കർത്താവിന് വേണ്ടി നിൽക്കാൻ താല്പര്യമുള്ളവരെ കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ ഒന്നുകൂടെ. യെസ്, ഹല്ലേലൂയ. ഒന്നാമത്തെ ചിന്ത, അഭിഷേകത്തിൽ വിശേഷമായൊരു പദവിയുണ്ട്, വിശേഷമായ പദവികൾ ഉണ്ട്. ഒരു പദവിയല്ല, അഭിഷേകത്തിൽ എന്തുണ്ടെന്നാ? വിശേഷമായ പദവികൾ ഉണ്ട് എന്ന് പഠിക്കണം. നമ്മുടെ മേൽ പകർന്നിട്ടുള്ള ഈ അഭിഷേകത്തിന് വിശേഷമായ എന്തോ ഉണ്ട്. ആ പദവികളുടെ അവബോധം പ്രാപിച്ച് മടങ്ങിപ്പോകാവൂ. അഭിഷേകം എന്ന് പറയുമ്പോൾ വെറുതെ അന്യഭാഷ പറയാൻ, പ്രൈസ് ആൻഡ് വർഷിപ്പിന് ബഹളം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം എന്തോ തന്നു എന്നുള്ളത് ചിന്തിക്കരുത്. വിശേഷമായ ചില പദവികളിലേക്ക് നമ്മെ ഉയർത്തിയിരിക്കുന്നു. ദൈവകാര്യ പരിപാടിക്ക് വേണ്ടി നമ്മളെ പ്രാപ്തമാക്കുന്ന ദൈവത്തിൻ്റെ നടപടിക്കാണ് ഈ അഭിഷേകം എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ജനമാഴത്തിൽ പഠിക്കണം. ഞാൻ ഈ പറയുന്ന ചിന്തകൾ കണ്ടന്റ് ഒന്ന് കേട്ടെ. 1, ആത്മദാനം. 2, ആത്മസ്നാനം. 3, ആത്മനിറവ്. അങ്ങനെ ഞാൻ ഓടിച്ച് പറഞ്ഞു പോയാൽ കിട്ടുമെന്ന് എഴുതാൻ. 1 എന്താ പറഞ്ഞേ? ആത്മദാനം. 2 എന്താ പറഞ്ഞേ? ആത്മസ്നാനം. 3, ആത്മനിറവ്. 4, ആത്മാഭിഷേകം. ഉണ്ടോ? 5, ആത്മാധിവാസം. 6, ആത്മാവിൻ്റെ ഫലങ്ങൾ. 7, ആത്മാവിൻ്റെ വരങ്ങൾ. കണ്ടോ? ഇങ്ങനെ അക്കമിട്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് അങ്ങോട്ട് പഠിക്കണം. ന്യൂമാറ്റോളജി, പരിശുദ്ധാത്മശാസ്ത്രം, ഇങ്ങനെ അങ്ങോട്ട് പഠിക്കുമ്പോഴാണ് നാമും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ആന്തരിക രമ്യതയിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. ചില പറയാറുണ്ട് പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് പരിശുദ്ധ തൃത്വത്തിൽ മൂന്നാമനാണെന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയൊന്നും പറയരുത്. അതൊക്കെ ദൈവശാസ്ത്രപരമായ മണ്ടത്തരങ്ങളാണ്. 1-ാമൻ, 2-ാമൻ, 3-ാമൻ. നമ്മുടെ ഈ പൊളിറ്റിക്സ് നിലപാടില്ല ഈ 1, 2, 3 എന്നൊക്കെ പറയാം. ദൈവം ദൈവമാണ്. 3 ആളത്വങ്ങളും ഒരേപോലെ തന്നെയാണ്. അതിനകത്ത് കസേര ഇങ്ങനെ മേലുകീഴിട്ടേക്കല്ല, നിരത്തിയിട്ടേക്കാണ്. ഓരോരുത്തരും 1-ാമൻ, 2-ാമൻ, 3-ാമൻ എന്നില്ല. ദൈവത്തിൻ്റെ ഗോഡ് ദ ഫാദർ, ഗോഡ് ദ സൺ, ഗോഡ് ദ ഹോളി ഗോസ്റ്റ്, 3ഉം ഒന്ന് തന്നെയാണ്. ഒന്നായിരിക്കുമ്പോൾ തന്നെ 3 അവസ്ഥാന്തരങ്ങളിൽ 3 ആളത്വ മഹിമകളിൽ അവർ നിലകൊള്ളുന്നു എന്നതാണ്. ഹൈരാർക്കി ഒന്നുമില്ല അവിടെ. മനസ്സിലായോ? വലിപ്പച്ചെറുപ്പങ്ങളൊന്നുമില്ല. ഏക സത്യ ദൈവത്തിൻ്റെ 3 ആളത്വം മഹിമകളാണത്. ബോധ്യമായവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. പരിശുദ്ധ തൃത്വത്തിൽ 1-ാമൻ, 2-ാമൻ, 3-ാമൻ എന്നൊക്കെ പറയുന്നത് തന്നെ ഹൈരാർക്കി മനോഭാവമാണ്. അത് എന്താ, നമ്മുടെ ഉന്നത ഭാവത്തിൻ്റെ, നമ്മുടെ ഒരു മാനുഷികമായ പൊളിറ്റിക്സിൻ്റെ ഒരു പ്രശ്നമാണത്. അങ്ങനെയൊന്നുമില്ല ദൈവത്വത്തിൽ. 1 തന്നെ 3 3 തന്നെ 1. അതാണ് യോഹന്നാന്റെ സുവിശേഷം 17:23 കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, നാം ഒന്നായിരിക്കുന്ന പോലെ. കണ്ടോ? നാം 3 പോലല്ല, പിന്നെ നാം ഒന്നായിരിക്കുന്നത് പോലെ ഇവർ തമ്മിൽ ഒന്നാകേണ്ടതിന്, ഇവർ ഐക്യത്തിൽ തികഞ്ഞവരാകേണ്ടതിന്. അപ്പോൾ ഐക്യത്തിൻ്റെ തികവിന് ഏറ്റവും ഉദാത്തമായ, ഉത്തമമായ, ഉത്കൃഷ്ടമായ ഉദാഹരണമെന്ന് പറയുന്നത് പരിശുദ്ധ തൃത്വം തന്നെയാണ്. ദ ഹോളി ട്രിനിറ്റിയാണ് എന്ന് നാം അറിയണം. ഓക്കെ, അപ്പം ആ പരിശുദ്ധ തൃത്വത്തിൽ സഭയെ ഇന്ന് നടത്തേണ്ടതിന് ദൈവമാക്കി വെച്ചിട്ടുള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ച് ആഴത്തിൽ നമ്മൾ അപഗ്രഥിക്കുമ്പോൾ ആത്മാവുമായിട്ടുള്ള നമ്മുടെ ആന്തരിക ബന്ധമല്ല, ആന്തരിക രമ്യതയെ നാം നന്നായി അറിയണം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ കണ്ടന്റ് 7 കാര്യങ്ങൾ തന്നത്. അതിനെ ആഴത്തിൽ നിങ്ങൾ പഠിച്ചുകൊള്ളണം എന്ന് ശുപാർശ ചെയ്യുകയാണ്. അപ്പോൾ ഈ ആത്മാവിൻ്റെ അഭിഷേകത്താൽ നമ്മുടെ മേൽ അത് പകരുമ്പോൾ, നമ്മുടെ ഉള്ളിലേക്ക് അതിനെ പകരുമ്പോൾ, നമ്മിൽ അധിവാസമായിട്ട് അതിനെ പകരുമ്പോൾ അതിനകത്ത് വിശേഷവിധിയായ 3 പദവികളുണ്ട് എന്ന് നാം അറിയണം. പഴയ നിയമവുമായി ലിങ്ക് ചെയ്ത് നമ്മൾ പഠിക്കുമ്പോൾ പഴയ നിയമത്തിൽ രാജകീയ അഭിഷേകം,
പ്രവാചകനായിട്ടുള്ള അഭിഷേകം, പിന്നെ പൗരോഹിത്യ അഭിഷേകം. മനസ്സിലായോ? ദൈവത്തിൻ്റെ പുരോഹിതനാകാനുള്ള അഭിഷേകം, ദൈവത്തിൻ്റെ പ്രവാചകനാകാനുള്ള അഭിഷേകം, ദൈവത്തിൻ്റെ പ്രതിനിധിയായി നിന്ന് ജനത്തെ നന്നായി ഭരിക്കാൻ രാജാവായിട്ടുള്ള അഭിഷേകം. മനസ്സിലായല്ലോ? ഇത് പഴയ നിയമത്തിൽ ഇങ്ങനെ 3 പേരെയും അഭിഷേകം ചെയ്യുമായിരുന്നു, അനോയിൻമെന്റ് ചെയ്യുമായിരുന്നു. അത് തന്നെയാണ് പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുക. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന നമ്മിലേക്ക് ഈ 3 അതല്ലെങ്കിൽ 3-ൽ 1 2 ദൈവം പകർന്നു തരാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നുകിൽ നമ്മുടെ മേലൊരു രാജപ്രൗഢി ദൈവം പകരാൻ ആഗ്രഹിക്കുന്നു, അതല്ലെങ്കിൽ ജനത്തിനു വേണ്ടി ഇടിവിൽ നിന്ന് ദൈവത്തോട് സംസാരിക്കുന്ന നാവാകാൻ ഒരു പൗരോഹിത്യ ശുശ്രൂഷ ദൈവം തരാൻ ആഗ്രഹിക്കുന്നു. അതുമല്ലെങ്കിൽ ദൈവത്തിൻ്റെ നാവായി നിന്ന് വ്യക്തമായി, ശക്തമായി, യുക്തമായി ജനത്തോട് സംസാരിക്കാൻ ദൈവത്തിൻ്റെ നാവായ പ്രവാചകനാകാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ പ്രവാചകൻ എന്ന് പറയുമ്പോൾ മകനെ മകളെ ദാസാദാസി എന്ന് വിളിച്ചുകൊണ്ട് ഭാവിഭൂതം വർത്തമാനം പറയുന്ന ഒരാളായിട്ടല്ല, പിന്നെ ദൈവവചനത്തിൻ്റെ തീഷ്ണമായ തീവ്രമായ ആലോചനകളെ, വേറെ ആരും കേട്ടിട്ടില്ലാത്തതും വേറൊരു പുസ്തകത്തിലും കിട്ടിയിട്ടില്ലാത്തതുമായ ആലോചന കർത്താവിൽ നിന്ന് കേട്ടിട്ടത് ജനത്തിന് കൊടുക്കാൻ കഴിയുന്ന പ്രവാചക വരേണ്യനാകാൻ കഴിയണം. തീഷ്ണമായി വളരെ ക്രാന്തദർശനത്തോടെ കർത്താവിൻ്റെ ആലോചന പകർന്നു കൊടുക്കുന്നവനെയാണ് എന്താ വിളിക്കുക? പ്രവാചകൻ എന്ന് പറയുന്നത്. പ്രവാചകൻ എന്ന നാമമൊക്കെ വല്ലാതെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളൊരു കാലത്തിൽ നമ്മൾ ജീവിക്കുക. ഉപജീവനത്തിൻ്റെ മാർഗത്തിന് വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കുട്ടി നടക്കുന്ന പ്രവാചകന്മാരെ നമുക്കറിയാം. ഞാൻ അതല്ല പറയുക. ദൈവത്തിൻ്റെ ആലോചന വളരെ വ്യക്തമായി മനസ്സിലാകുന്നുണ്ടോ? അത് വചനത്തിലൂടെയും അല്ലാതെ കർത്താവിൽ നിന്ന് കർത്താവ് പ്രോംപ്റ്റ് ചെയ്ത് കൊടുത്തത് കേട്ടിട്ട് ജനത്തിലേക്ക് പകരുന്ന പ്രവാചകന്മാരാകാൻ ദൈവം ചിലരെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് വേദവിജ്ഞാനമില്ലെന്ന് പറഞ്ഞ് ഉൾവലിഞ്ഞ് പുറകിലേക്ക് പോകേണ്ടതില്ല. നാവിൻ്റെ മേൽ ദൈവം ഒരു അഭിഷേകം പകർന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നിന്റെ നാവ് അതിൻ്റെ തനിമയോടെ അങ്ങ് പ്രയോജനപ്പെടാൻ ഇടയാകും. പറയുന്നതൊക്കെ തിയോളജി ആയിരിക്കും. പിന്നെ ദൈവവചനത്തിൻ്റെ തീഷ്ണമായ പ്രചാരകരായി, പ്രഘോഷകരായി ദൈവം അതിനു വേണ്ടി നമ്മളെ അങ്ങ് ഉപയോഗിക്കും. പ്രൈസ് ദി ലോർഡ്. പുരോഹിതനാകുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജനത്തിൻ്റെ മുഴുവൻ പ്രശ്നങ്ങളെ ഒന്നൊന്നായി ഏറ്റെടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ മണിക്കൂറുകളോളം അങ്ങനെ മധ്യസ്ഥത ചെയ്യാൻ കഴിയുക. വിഷയദാരിദ്ര്യമാ പലർക്കും. എന്നെ അനുഗ്രഹിക്കണേ, എല്ലാവരെയും അനുഗ്രഹിക്കണേ യേശുവിൻ്റെ നാമത്തിൽ, ആമേൻ. അതിനപ്പുറത്തേക്ക് വിഷയത്തിന് വിശാലതയില്ലാതെ പ്രാർത്ഥന ചുരുങ്ങിപ്പോകുന്ന ഒത്തിരി ആളുകളുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ആകപ്പാടെ പ്രാദേശികമായ തലം, പിന്നെ അന്തർദേശീയമായ തലം, അന്താരാഷ്ട്ര തലത്തിലുള്ള വിഷയങ്ങളെല്ലാം കൂടെ കോർത്തിണക്കി മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ കഴിയാതെ പോകുന്നവരുണ്ട്. 2025 വർഷം ഒരു പ്രാർത്ഥനാ വർഷമാക്കി മാറ്റിക്കോണം. പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ ഇവിടുത്തെ വാർഡുകളുടെ എണ്ണമൊക്കെ അദ്ദേഹം പറയുന്നത് കേട്ടിട്ട് എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ മുഴുവൻ ജില്ലകളുടെ, താലൂക്കുകളുടെ, പഞ്ചായത്തുകളുടെ, മുനിസിപ്പാലിറ്റികളുടെ ഒക്കെ എണ്ണമെടുത്തിട്ട് അതിനുവേണ്ടി എല്ലാം അങ്ങനെ നിരന്തരം പ്രാർത്ഥിക്കണം. ഇവിടുത്തെ എല്ലാ വിഷയങ്ങളും ഇടതടവില്ലാതെ ദൈവസന്നിധിയിൽ മുഴങ്കാലമടക്കി പ്രാർത്ഥിക്കുന്ന ചില പുരോഹിതന്മാരെ ദൈവം തെരഞ്ഞെടുക്കുകയാണ്. പുരോഹിതൻ എന്ന് പറയുമ്പോൾ നീളം കുപ്പായം ഇട്ടിട്ട് നീണ്ട താടിയും മുടിയുമായി നടക്കുന്ന, കയ്യിൽ ചെങ്കോലുമായി നടക്കുന്ന ഒരാളിനെ അല്ല ഇവിടെ ഉദ്ദേശിക്കുക. പിന്നെന്താ ഉദ്ദേശിക്കുന്നതെന്നറിയാമോ? ജനത്തിന് വേണ്ടി മുഴങ്കാലും അടക്കുന്ന ഒരാൾ, കണ്ണുനീര് കൊണ്ട് ജനത്തിന് മധ്യസ്ഥത ചെയ്യാൻ കഴിയുന്ന ഒരാളിനെ ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ചിലരുടെ മേലെ നിയോഗത്തിന്റെ പുതപ്പ് വീഴുകയോ ചാടി പിടിച്ചെടുത്തോണ്. ഞാൻ ഏറ്റു എൻ്റെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഞാൻ ഏറ്റു എൻ്റെ ഓടനാവട്ടത്തിന് വേണ്ടി, കൊട്ടാരക്കരയ്ക്ക് വേണ്ടി, കേരളത്തിന് വേണ്ടി ഞാൻ ഏറ്റു കർത്താവേ എന്ന് പറഞ്ഞ് ആ നിയോഗത്തിന്റെ പുതപ്പിനെ ചാടി പിടിച്ചോണം. ഹല്ലേലൂയ. രാജാവായിട്ട് ദൈവം ചിലരെ തിരഞ്ഞെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ എന്തോ മനസ്സിലായി? രാജാവായിട്ട് ചിലരെ തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞ എന്തോ മനസ്സിലായി? രാജകീയ പ്രൗഢിയോടെ ജീവിക്കാൻ. മമ്മിമാർ, ആന്റിമാരെല്ലാം ശ്രദ്ധിച്ചോണം, പപ്പമാരൊക്കെ ശ്രദ്ധിച്ചോണം, അങ്കിളുമാരെല്ലാം ശ്രദ്ധിച്ചോണേ. രാജകീയ പ്രൗഢിയോടെ ജീവിക്കാൻ എന്ന് പറഞ്ഞാൽ ഒരു ശത്രുവിന്റെയും മുമ്പിൽ വെള്ളക്കൊടി കാണിച്ച് കീഴടങ്ങാതെ പോരാട്ടത്തിന്റെ വീര്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? പോരാട്ട വീര്യത്തോടെ ഇടപെടാൻ വേണ്ടി. സ്തോത്രം. എന്നെ കൊണ്ട് പറ്റത്തില്ലെന്നും പറഞ്ഞ് കൂടാരത്തിൽ കയറി ഒളിച്ചിരിക്കുന്ന ശൗലിനെയും അബ്നേറിനെയും പോലെയല്ല. തന്നെക്കാൾ ഇരട്ടി വലിപ്പമുള്ളവന്റെ നേരെ പാഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു കരുത്തുണ്ടല്ലോ. പോരാട്ട വീര്യം അത് ചിലരിലേക്ക് പകർന്നു തരാൻ ദൈവം ആഗ്രഹിക്കുകയാണ്.
എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു പുതപ്പ് ഏറ്റെടുക്കാൻ, ആ ഒരു നിയോഗത്തെ ഏറ്റെടുക്കാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഹല്ലേലൂയ! അതാണ് രാജകീയ അഭിഷേകം എന്ന് പറയുന്നത്. ചെങ്കോലും കിരീടവുമായിട്ട് സിംഹാസനത്തിൽ അങ്ങനെ നെഞ്ചു വിരിച്ചിരിക്കാൻ വേണ്ടി മാത്രമല്ല, കീഴടങ്ങാത്ത ഒരുവൻ, പണയപ്പെട്ടു പോകാത്ത ആദർശങ്ങളുടെ ഉടമയായവൻ. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. ഈ രാജാവായിട്ട് അഭിഷേകം ലഭിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ വായിൽ നിന്ന് നമ്മൾ അറിയാതെ തന്നെ വേരോടെ പിഴുതു പോകുന്ന 2-3 പദങ്ങളുണ്ട്. കേൾക്കണമെന്ന് വന്നു. ഇന്നും രാവിലെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇച്ചിരി മുമ്പും പറഞ്ഞായിരുന്നു ആ പദങ്ങൾ. ആ പദങ്ങൾ രാജകീയ അഭിഷേകവുമായി പൊരുത്തപ്പെടുന്ന അല്ലാത്തത് കൊണ്ട് ആ പദങ്ങൾ 2025 നമ്മുടെ നാവിൽ നിന്ന് എന്തോ ചെയ്യണം? അങ്ങ് പോകണം. രാജാവിന് ചേരാത്ത 3 പദങ്ങൾ. ഒന്ന്, വയ്യ 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 വയ്യ. രാജ്ഞി പറഞ്ഞുകൊണ്ടിരിക്കുക, വയ്യ 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 വയ്യ. രാജാവ് കൂടെ കൂടെ പറയാ, നീ പറയുന്ന പോലല്ലേ, എനിക്ക് വയ്യ. രാജാവ് വയ്യ വയ്യ എന്ന് പറഞ്ഞ പ്രജകളുടെ കാര്യം എങ്ങനെ ആയിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. വേറൊരു പദമുണ്ട്, അതെന്തോന്നറിയാം? അയ്യോ 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 അയ്യോ. ഒരു ദിവസം എത്ര പ്രാവശ്യം പറയും അയ്യോ അയ്യോ അയ്യോ? ഇരിക്കുമ്പോരയ്യോ, എഴുന്നേൽക്കുമ്പോരയ്യോ, ആകപ്പാടെ അയ്യോ, നടുവിന് കൈ കൊടുത്തൊരയ്യോ, ആകപ്പാടെ അയ്യോ അയ്യോ അയ്യോ. അപ്പൊ 2 പദങ്ങൾ ഏതൊക്കെയാ? ഒന്ന്, വയ്യ വയ്യ വയ്യ. രണ്ടാമത്, അയ്യോ 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 അയ്യോ. പ്രൈസ് ദി ലോർഡ്. മൂന്നാമതൊരു പദം അതിനേക്കാൾ ഗുരുതരമാണ്. എന്താണെന്നറിയാം? ഇല്ല. സുഖമുണ്ടോ? ഇല്ല. വല്ലതും കഴിച്ചോ? ഇല്ല. കാശുണ്ടോ? ഇല്ല. ആശുപത്രി പോയായിരുന്നോ? ഇല്ല. ബിന്നിപ്പാസ് ഇതുവഴി എങ്ങാനും വന്നായിരുന്നോ? ഇല്ലെന്നേ. അവിടെ ഉപവാസ പ്രാർത്ഥന നടക്കുക, വരുന്നോ? ഇല്ല. എന്തോ ചോദിച്ചാലും എന്തേ പറയുള്ളൂ? ഇല്ല 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 ഇല്ല. രാജാവിനും രാജ്ഞിക്കും ചേരുന്ന പദമല്ല ഇത്. ഇത് 3 ഇന്ന് രാത്രി നമ്മൾ വേരോടെ പിഴുതെടുത്ത് ദൂരെ കളയും. നാട്ടുകാരെല്ലാം കൂടി ഒരു അമ്മച്ചിക്ക് ഔദ്യോഗികമായിട്ടൊരു പേരുണ്ട്, ഇല്ലത്തമ്മച്ചി. ഇല്ലത്തമ്മച്ചി എന്ന് വിളിക്കാൻ കാരണം അമ്മച്ചിയുടെ ഇല്ലത്തിന്റെ വലിപ്പം കൊണ്ടല്ല, എന്തോ ചോദിച്ചാലും ഇല്ലെന്ന് പറയും. അതുകൊണ്ടാണ്. ഈ അമ്മച്ചിയെ കൊണ്ട് വല്ല ഉണ്ടെന്ന് പറയിപ്പിക്കാൻ ഒരു പയ്യനൊരു +2കാരൻ പയ്യനൊരു നിർബന്ധം. അവനെന്ന് സ്കൂളിൽ പോകുമ്പോൾ അമ്മച്ചിയുടെ മുറ്റത്തൂടെ അങ്ങോട്ട് കയറി പോകുക. അന്നേരം എന്തെങ്കിലും ചോദിക്കും, ഇല്ല മോനെ എന്നേ പറയുള്ളൂ. തിരിച്ചു വരുമ്പോൾ ഇവൻ 4 ചോദ്യം കൊണ്ട് വരും. അതിനും അമ്മച്ചി ഇല്ലെന്നേ പറയും. ഒരു ദിവസം ഇവൻ വരുമ്പോൾ ഇടവപ്പാതി മഴ ഇടിച്ചു കുത്തി പെയ്യുക. അമ്മച്ചിയുടെ സിറ്റ് ഔട്ട് ചോർന്ന് വെള്ളം വീണുകൊണ്ടിരിക്കുക. ആ കെട്ടിക്കിടക്കുന്ന വെള്ളം പ്ലാസ്റ്റിക് മഗ്ഗുകൊണ്ട് കോരി കളഞ്ഞുകൊണ്ടിരിക്കുന്ന പരുവം നോക്കി ഇവൻ മുറ്റത്ത് പോപ്പിക്കൂടെയും പിടിച്ചോണ്ട് എന്ന് ചോദിച്ചു, അമ്മച്ചി വീട് ചോരുന്നുണ്ടോ? എന്താ പറയണം? ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഇവന്റെ മുമ്പിൽ വെള്ളം വീഴുക. ഇവിടെങ്കിലും ഉണ്ട് മോനെ. അമ്മച്ചിയുടെ വായിൽ നിന്ന് ഇണ്ടാ കേൾക്കാൻ വേണ്ടി അവൻ താല്പര്യത്തോടെ ഇങ്ങനെ നിൽക്കുക. അമ്മച്ചി പറഞ്ഞ എന്തോന്നറിയോ? എന്റെ മോനെ ചോർച്ചയല്ലാതൊന്നും ഇല്ല. അതാണ്. അപ്പൊ ഇല്ല ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വരത്തുള്ളൂ. രാജാവിനും രാജ്ഞിക്കും ചേരുന്ന പദങ്ങളല്ല ഇത് 3. എത്ര പേര് താല്പര്യപ്പെടുന്നു ഇത് പറിച്ചു കളയാൻ? എത്ര പേര് താല്പര്യപ്പെടുന്നു നാവിൽ നിന്ന് ഇത് എടുത്ത് കളയാൻ? വയ്യ 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 എന്നും അയ്യോ 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 എന്നും ഇല്ല 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 എന്നുമുള്ള 3 പദങ്ങളെ ഇന്ന് രാത്രി നമ്മളെടുത്ത് കളയുന്നു. കാരണം നമ്മുടെ മേൽ പകർന്ന ഒരു അഭിഷേകം രാജകീയ അഭിഷേകമാണ്. പ്രൗഢിയുടെ ജീവിതം. ആരുടെയെങ്കിലും ഔദാര്യത്തിന് വേണ്ടി കൈനീട്ടി നിൽക്കുന്നവരല്ല, പങ്കും പരാധീനതയും പറഞ്ഞ് നടക്കുന്നവരല്ല. എൻ്റെ മേൽ പകർന്നിരിക്കുന്ന ഈ അഭിഷേകം രാജകീയ അഭിഷേകമാണ്. ആ രാജകീയ അഭിഷേകത്തിനൊരു ഒരു പ്രത്യേക പദവിയുണ്ട്, ഒരു പ്രത്യേക അന്തസ്സുണ്ട്, ഒരു പ്രത്യേക അഭിമാനമുണ്ട്, ഒരു പ്രത്യേക ആഭിജാത്യമുണ്ട്. അത് തിരിച്ചറിയുന്നവർ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കാട്ടെ. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ മേൽ നമ്മിൽ പകർന്നിട്ടുള്ള അഭിഷേകത്തിന്റെ 1ാമത്തെ കുറിപ്പ് ഞാൻ പറഞ്ഞത് എന്തുവാണ്? രാജകീയ പദവി. സ്തോത്രം. 3 പദവികളുണ്ട്. ആ 3 പദവികളിൽ 1ാമത്തെ എന്തുവാ? പൗരോഹിത്യം. 2ാമത്തെ എന്തുവാ? പ്രവാചകത്വം. 3ാമത്തെ എന്തുവാ? രാജത്വം. ഈ 3 പദവികൾ ഒരുമിച്ച് സമന്വയിക്കപ്പെട്ട ഒരു അഭിഷേകമാണ് ദൈവം നമ്മുടെ മേൽ പകർന്നിട്ടുള്ളത്. എത്ര പേര് ഏറ്റെടുക്കുന്നുണ്ട്? 10-21 ദിവസം ബിന്നിപ്പാസ്റ്റർ കൂടെ ഇവിടെ വന്ന് ഉപവസിക്കാൻ ഇരുന്നു എന്നും ഈ ആലയത്തിൽ ഇരുന്നു എന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല. ഇവിടെ വരാൻ ആഗ്രഹിച്ചെങ്കിലും വരാൻ പറ്റില്ല. ഓൺലൈനിൽ ഞാൻ എല്ലാ സെഷനും ഉണ്ടായിരുന്നു പാസ്റ്റേ എന്നും റിപ്പോർട്ട് തന്നിട്ട് കാര്യമില്ല. ആൻറ്റി ഇന്ന് രാത്രി ഈ അഭിഷേകത്തിൻ്റെ 3 പദവികളിലേക്ക് വന്നു പോകണം. ഓൺലൈനിൽ ശ്രദ്ധിക്കുന്നവരോട് ഇവിടെ ഇരിക്കുന്നവരോട് പറയുക, അഭിഷേകത്തിനകത്ത് ഈ 3 പദവികളുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിച്ചോണം. ഈ 3 പദവികളിലേക്ക് ദൈവം നിങ്ങളെ പുലർത്തുകയോ ഉയർത്തുകയോ ദൈവം നിങ്ങളെ മാനിക്കുകയോ നിന്റെ ഭാവിയെ തടസ്സപ്പെടുന്ന
തടസ്സപ്പെടുത്തുന്ന സകല പോരാട്ടങ്ങളെ കണ്ട് പേടിച്ചു പോകരുത്. രാജാവ് പേടിച്ച് അകത്ത് കയറുന്നവനല്ല. ഈ മണ്ണ് എൻ്റേതാ, ഈ ദേശം എൻ്റേതാ, ഈ വളവ്, ഈ താഴ്വാരം എൻ്റേതാ, ഈ കുന്ന് എൻ്റേതാ, ഈ ഗ്രാമം എൻ്റേതാ, ഈ പട്ടണം എൻ്റേതാ എന്ന് അവകാശപ്പെടുന്ന ദുഷ്ടശക്തിയോട് പറയണം, ഞാൻ നിന്റെ മീതെ വാഴാൻ പോകുകയാണ്. നിന്റെ ഒരു വാഴ്ചയും നിന്റെ ഒരു ആധിപത്യവും നിന്റെ ഒരു അധീശത്വവും ഈ നാട്ടിൽ നടക്കത്തില്ല. കാരണം എൻ്റെ മേൽ കർത്താവ് പകർന്നിട്ടുള്ള ഒരു അഭിഷേകം, രാജകീയ അഭിഷേകം, എൻ്റെ മേലൊരു പൗരോഹിത്യ അഭിഷേകമുണ്ട്. ഞാൻ ദൈവസന്നിധിയിൽ മുട്ടുകുത്താൻ പോകുകയാണ്. കർത്താവ് എന്നെ കൊണ്ട് ചെയ്യിക്കാൻ പോകുന്ന ഒരു ശുശ്രൂഷ നീ കണ്ടു. ഇതുവരെ നീ ഈ മണ്ണിന്റെ അധിപനായി നിന്നെങ്കിൽ നിന്നെ ഇന്നു മുതൽ ഞാൻ അസാധുവാക്കാൻ പോകുകയാണ്. ഞാൻ നിന്നെ ഗെറ്റ് ഔട്ട് ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. നീ മുമ്പോട്ട് പോകത്തില്ല. നീ ഇവിടൊക്കെ കിടന്ന് വട്ടത്ത് കിടന്ന് വട്ടം കറങ്ങത്തേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് നീ പോകത്തില്ലെന്നൊക്കെ ശത്രു പറയുമ്പോൾ പ്രാപിച്ച രാജകീയ അഭിഷേകം കൊണ്ടൊരു കുതിപ്പിന് എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? അപ്പൊ നമ്മിൽ പകർന്ന അഭിഷേകത്തിന് 3 പദവികളുണ്ട്, വിശേഷമായ 3 പദവികൾ. ഒന്നാമത്തെ കുറിപ്പ് അങ്ങനെ നിൽക്കട്ടെ. രണ്ടാമത്തെ കുറിപ്പ് കേട്ടോണേ. നമ്മിൽ പകർന്നിരിക്കുന്ന ഈ അഭിഷേകത്തിനൊരു വിശേഷ സംസ്കാരമുണ്ട്. എന്തുകൊണ്ട്? വിശേഷ സംസ്കാരമുണ്ട്. വിശേഷ സംസ്കാരം. അഭിഷേക സംസ്കാരം എന്ന മലയാള വേദോത്തിൽ ഒറ്റ വാക്യമുള്ളൂ. എവിടെ നാട്ടിലും കണ്ടിട്ടുണ്ടോ? അഭിഷേക സംസ്കാരം. വാസുമിണ്ടരുത്, ഇടവക അംഗങ്ങൾ പറയട്ടെ. അഭിഷേക സംസ്കാരം എന്ന് വേദപുസ്തകത്തിൽ ഒരു ഒറ്റ വാക്യമേ ഉള്ളൂ. വേർ ഈസ് ഇറ്റ്? ഓൺലൈനുള്ളവർ മറുപടി പറയാൻ ഒരു സംവിധാനം ഇല്ലല്ലോ. ഇല്ല, നിങ്ങളെ ഞാൻ ചോദ്യം ചെയ്തേനെ. പ്രൈസ് ദി ലോർഡ്. അഭിഷേക സംസ്കാരം കണ്ടിട്ടുണ്ടോ? ഇംഗ്ലീഷ് പറയാം, the crown of anointment. the crown of an anointment എന്നൊരൊറ്റ പ്രയോഗം. അഭിഷേകത്തിന്റെ കിരീടമെന്നാണ് ഇംഗ്ലീഷ്. മലയാളത്തിൽ അഭിഷേകത്തിന്റെ സംസ്കാരം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ അഭിഷേകത്തിന്റെ കിരീടം. ലേവ്യ പുസ്തകം 21-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം ഒരിക്കലും മറക്കരുത്. 18-ാമത് രാത്രിയിൽ കിട്ടിയ ഈ വാക്യം ഒരിക്കലും മറക്കരുത്. എൻ്റെ ഉള്ളിൽ ദൈവം പകർന്നു തന്നിട്ടുള്ള അഭിഷേകത്തിന് എന്തോ ഉണ്ടെന്നാ പറഞ്ഞേ? ഒരു വിശേഷ സംസ്കാരമുണ്ട്. ലേവ്യ 21:12 അത് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടോ? ലേവ്യ 21:12 ഒന്ന് കൊടുത്തരേ. ആ വാക്യം പലരും കണ്ടിട്ടില്ലാത്ത പോലെ തോന്നുന്നു. സ്തോത്രം. 21:12 വാക്യം. ലേവ്യ 21:12. അവൻ യഹോവയുടെ വിശുദ്ധ മന്ദിരം വിട്ട് പുറത്തിറങ്ങിയും അവൻ്റെ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരം അശുദ്ധമാക്കിയും അരുത്. അവൻ്റെ ദൈവത്തിൻ്റെ അഭിഷേക തൈലമായ സംസ്കാരം. അപ്പൊ അഭിഷേകത്തിന് എന്തോ ഉണ്ട്? ഒരു വിശേഷമായ സംസ്കാരമുണ്ട്. അഭിഷേക സംസ്കാരം എന്നുള്ള മലയാള പദം നമ്മൾ പഠിക്കുമ്പോൾ അഭിഷേകം നേടിയ വ്യക്തിയുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ പഴയ മനുഷ്യനല്ല, പുതുമനുഷ്യനാണ്. പഴയതെല്ലാം എന്ത് ചെയ്തു പോയി? പഴയ ഈർഷ്യ, പക, പിണക്കം, ക്രോധം, വിമർശനം, വിരോധം, വിദ്വേഷം ഇതെല്ലാം കഴിഞ്ഞുപോയി. പുതിയതായിട്ടുള്ള വിവേകം, വിനയം, എളിമ, താഴ്മ, സൗമ്യത, ശാന്തത, ശാലീനത, നൈർമല്യത, നിഷ്കളങ്കത, കണ്ടോ? ഇതെല്ലാം നമ്മിലേക്ക് വരുന്നു. അതാണ് ഒരു പുതിയ സംസ്കാരം. അതെനിക്ക് കഴിച്ചുകൂടാ, അതെനിക്ക് കണ്ടുകൂടാ, തൊട്ടുകൂടാ, പിടിച്ചുകൂടാ, മുട്ടിക്കൂടാ, അതിനോട് എനിക്ക് അടുത്തുകൂടാ, ആ വകമായ കൂട്ടുകെട്ട് എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വേറിട്ട് നിൽക്കുന്ന ഒരു സംസ്കാരം. ആ സംസ്കാരത്തെക്കുറിച്ച് തീവ്രമായി അറിയാൻ യൂത്ത്സ് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയാം. ശ്രദ്ധിച്ചു കേട്ടോണം. ആ സംസ്കാരത്തിൻ്റെ ആവിഷ്കാരം, ആ സംസ്കാരത്തിൻ്റെ ഭംഗി എന്തുവെന്നറിയാൻ വേണ്ടി. ഒന്ന്, ജഡത്തിൽ ജീവിക്കുമ്പോൾ ജഡപ്രകാരം അല്ലാതെ ജീവിക്കണം. എത്ര പേര് സ്വത്രം പറയും? നമ്മൾ ഈ ജഡത്തിൽ ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണം? ജഡപ്രകാരമല്ലാതെ ജീവിക്കണം. ജഡത്തിലാണെന്ന് ഈർഷ്യയും പകയും പിണക്കവും കള്ളവും ചതിവും ഒക്കെ ഉള്ളത്. ജഡത്തിലാ പാറ വയ്ക്കുന്നത്, ജഡത്തിലാ വെറുപ്പിക്കുന്നത്, ജഡത്തിലാ വെറുക്കുന്നത്, അകലുന്നതൊക്കെ ജഡത്തിന്റെ പ്രവൃത്തിയാണ്. ജഡമുതിർത്തുവിടുന്ന പാപരാഗങ്ങളുടെ വികാര വിക്ഷോഭങ്ങളുടെ ഒരു വല്ലാത്ത സമ്മേളനമാകുമ്പോഴാണ് നമ്മിലെ ആത്മീകൻ എവിടെ പോയി ഒളിച്ചിട്ട് അനാത്മീകൻ കയറി വരുന്നത്. വാട്സപ്പും യൂട്യൂബും ഫേസ്ബുക്കും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ഒക്കെ മലീമസമാകുന്നത് ജഡത്തിന് അധീനമാകുമ്പോഴാണ്. ജഡമുതിർത്തുകൊണ്ടുവരുന്ന, ഉദ്ദീപിതമാക്കിക്കൊണ്ടുവരുന്ന സകല നിയമവിരുദ്ധ വിചാരങ്ങളോടും തൻ്റെ അടുത്തോടെ പറയാൻ ഭാഷയിൽ ഒറ്റ പദമേ ഉള്ളൂ, നോ. നോ പറയാൻ തൻ്റെ ഇടം വേണം. അതാണ് അഭിഷേക സംസ്കാരം എന്ന് പറയുന്നത്. എത്ര പേർക്ക് ബോധ്യമാകുന്നുണ്ട്? അഭിഷേക ഇംഗ്ലീഷിലെ പ്രയോഗം വളരെ ഭംഗിയാണ്. ദ ക്രൗൺ ഓഫ് ആൻ അനോയിൻമെന്റ്. ദ ക്രൗൺ. ക്രൗൺ എന്ന് പറഞ്ഞാൽ എന്താ മോനെ?
കിരീടം, വെരി ഗുഡ് കണ്ണാടി, ബിഗ് സല്യൂട്ട്. ക്രൗൺ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? കിരീടമെന്നാണ്. ക്രൗൺ കിരീടമാണ്. അങ്ങനെയാണെങ്കിൽ അഭിഷേകം അകത്ത് വസിക്കുന്നവർക്ക് ദൈവം എന്തോ തന്നിട്ടുണ്ട്? എത്ര പേർക്ക് ഉറപ്പുണ്ട് കിരീടം ഉണ്ടെന്ന്? കിരീടം ആർക്കാ ഉള്ളത്? പറ. രാജാവിന്. പിന്നെ ആർക്കുണ്ട്? രാജ്ഞിക്കുണ്ട് കിരീടം. രാജാവിനും രാജ്ഞിക്കുമാ കിരീടം. മനസ്സിലാകുന്നുണ്ടോ? വേറെ ആർക്കും കിരീടം വേണ്ട. ആർക്കാ കിരീടം ഉള്ളത്? അപ്പൊ രാജാവിനും രാജ്ഞിക്ക് കിരീടം ഉണ്ടെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈലും നിങ്ങൾ ചിന്തിച്ച് നോക്കി. അവർ പോകുന്ന വഴിത്താര, അവർ സഹകരിക്കുന്ന ആളുകൾ, അവർ കഴിക്കുന്ന ഭക്ഷണം, അവരുടെ വസ്ത്രം, ഇതെല്ലാം വിശേഷ വിധിയ. കിരീടമുള്ളവന് സാധാരണക്കാരനെ പോലെ പറ്റത്തില്ല. അത് തന്നെയാണ് അഭിഷേകത്തിന്റെ സംസ്കാരവും. കിരീടം വെച്ച ഒരു രാജാവ് ഒരു പന്ന ടീഷർട്ട് ഇട്ട് ഒരു പന്ന കൈലി കൊടുത്തിട്ട് തട്ടുകടയെ ചായ കുടിക്കാനിരിക്കുന്നൊക്കെ കാണിച്ചു തരാവൂ? അച്ഛാ, അങ്ങനെ ചിന്തിച്ച് നോക്കിയേ. രാജാവ് തലേ കിരീടമൊക്കെ വെച്ചോണ്ട്, ചേട്ടാ ഒരു സ്ട്രോങ് ചായ ഇങ്ങനെ എന്നും പറഞ്ഞ് തട്ടുകടയിൽ ഇരിക്കുന്ന കാണിച്ചു തരാവൂ? നമ്മൾ രാജാക്കന്മാരെ എവിടെ വേണേലും കാണും. തട്ടുകടയിലും ഉണ്ട്, മാടക്കടയിലും ഉണ്ട്, കപ്പലണ്ടിയും കുറിച്ചുണ്ട്, വഴിവൊക്കെ നിന്നുകൊണ്ട് നിൽക്കുന്ന രാജാക്കന്മാരെ ഇഷ്ടം പോലെ കാണാം. നമുക്കൊരു അഭിഷേകത്തിന്റെ സംസ്കാരം ഉണ്ടെന്ന് പഠിച്ചു. ഞാനീ പറയുന്നത് വലിയ പത്രാസായിട്ട് നടക്കണമെന്നൊന്നുമല്ല, പക്ഷേ ആത്മീയതയുടെ അന്തസ് കളഞ്ഞു ഒളിക്കരുത്. നമ്മുടെ തലയിൽ ഒരു കിരീടമുണ്ടെന്ന്. ആവശ്യമില്ലാത്ത വഴക്കിനും ബഹളത്തിനും പോലീസ്, ലോക്കപ്പ്, കോടതി, വക്കീലെന്നും പറഞ്ഞ് ഇടപാടുമായിട്ട് പോകരുത്. ഒറ്റ രാജാവും. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കോട് പാസ്റ്റർ എന്ന സഹോദരി വൃന്ദം, നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഒരു പന്ന നൈറ്റി ഇട്ടൊരു തോർത്ത് പോലും തോളത്തിടാതെ ചേച്ചിയെ മീൻ കിട്ടിയോ എന്നും പറഞ്ഞ് വീട് വീടാൻ നേരം കയറി ഇറങ്ങി നടക്കുന്ന രാജ്ഞിയെ കാണിച്ചു തരാവും? ചില രാജ്ഞിമാർക്കുള്ളൊരു കുഴപ്പം, സ്വന്തം വീട്ടിലിരിക്കത്തില്ല, ബാക്കിയുള്ള വീടുകൾ വഴി ഇങ്ങനെ ഭവന സന്ദർശനമാണ്. മനസ്സിലാകുന്നുണ്ടോ? അതുവഴി കയറി ഏതാണ്ടൊക്കെ കിട്ടിയത് അടുത്ത വീട്ടിൽ കൊണ്ടുവന്ന് അൺലോഡ് ചെയ്യും. അവിടുന്ന് കിട്ടുന്നത് ലോഡ് ചെയ്യും. എന്നിട്ട് അത് അടുത്ത വീട്ടിലോട്ട് കൊണ്ടുപോവുക. ഇങ്ങനെ വീട് വീടാന്തരം ലോഡിങ് ആൻഡ് അൺലോഡിങ് ആയി നടക്കുന്ന രാജ്ഞിയെ കാണിച്ചു തരാവും? ഒറ്റ രാജ്ഞി അങ്ങനെ പോകത്തില്ല. തലയിൽ കിരീടത്തിന്റെ അന്തസ് സൂക്ഷിച്ച രാജ്ഞി നിൽക്കത്തുള്ളൂ. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്? രാജാക്കന്മാർക്കും രാജ്ഞിമാർക്കും മനസ്സിലായെങ്കിൽ ഒരു ഹല്ലേലൂയ പറ. നമ്മുടെ തലയിലുള്ള കിരീടത്തിന്റെ അന്തസ് സൂക്ഷിച്ചോണമെന്നായി പറയുക. അപ്പം അഭിഷേകത്തിന് വിശേഷമായ എന്തുകൊണ്ടെന്നാ പറഞ്ഞേ? ഒരു സംസ്കാരമുണ്ട്, ഒരു പദവിയുണ്ട്. ആ പദവിയാണ് ആദ്യം ചിന്തിച്ചത്. ഒരു സംസ്കാരം, അത് രാജകീയ സംസ്കാരമാണ്. ആ ആഠ്യത്വമുണ്ടല്ലോ, ആ ഔന്നത്യമുണ്ടല്ലോ, ആ പദവി ഉണ്ടല്ലോ, അതങ്ങ് കാത്തോണം. സ്തോത്രം. ഈ ബെന്നിപ്പാസ്റ്റർ ചർച്ചിലെ വിശ്വാസികളാണ് എന്നുള്ളതിനൊരു പദവിയുണ്ട്. ഓക്കെ, ഒരു അന്തസ്സുണ്ട്. അഭിഷേകം പ്രാപിച്ച ദൈവപൈതലാണെന്ന് പറയുമ്പോൾ വീണ്ടും ഒരു പദവി കൂടുകയാണ്, ഒരു സംസ്കാരം കൂടുകയാണ്. ഏത് കോണിൽ ജീവിച്ചാലും, രാജ്യത്തിൻ്റെ ഏത് സ്ഥലത്ത് തങ്ങൾ ജീവിച്ചാലും ഈ കാര്യം മറന്നു പോകരുത്. എൻ്റെ തലമേൽ ഒരു കിരീടം കർത്താവ് തന്നിട്ടുണ്ട്. അത് അഭിഷേകത്തിൻ്റെ കിരീടമാണ്. ഓ, ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. തീർന്നില്ല. അടുത്ത മൂന്നാമത്തെ ചിന്ത. അങ്ങനെ 1, 2, 3 ചിന്തകൾ മാത്രം ഞാൻ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്, കൂടുതൽ വിവരിക്കാതെ തന്നെ. സ്തോത്രം. 9 മണി എന്നൊരു നേരം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആ സമയത്ത് എത്തുന്നതിന് മുമ്പ് ഈ ചിന്തകളെ ഞാൻ ഇങ്ങനെ കുത്തി നിർത്താൻ ആഗ്രഹിക്കാം. മൂന്നാമത്തെ ചിന്ത, 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം 20-ാമത് വാക്യത്തെ അടിസ്ഥാനമാക്കി ഒരു ചിന്ത തരുന്നു. മൂന്നാമത്തെ ചിന്ത, അഭിഷേകത്തിൽ ഒരു അറിവ് വ്യാപരിക്കുന്നുണ്ട്. 1 യോഹന്നാൻ 2-ന്റെ 20-ാം വാക്യം, കർത്താവിനാൽ പ്രാപിച്ച അഭിഷേകത്താൽ നിങ്ങൾ സകലതും എന്ത് ചെയ്യുന്നു? അറിയുന്നു. നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച സകലതും എന്ത് ചെയ്യുന്നു? അറിയുന്നു. ആ വാക്യം എല്ലാവരും കണ്ടോ? അഭിഷേകം അകത്തുള്ളവർക്ക് സകലതും എന്ത് ചെയ്യാം? അറിയാം എന്നുള്ളതാണ് അറിവ്. പക്ഷേ അഭിഷേകവും അന്യഭാഷയൊക്കെ ഇഷ്ടംപോലെ ചറപറ പറയുന്നവരെ കാണിക്കുന്ന മണ്ടത്തരം കണ്ടാൽ എന്നെ ഇടപാടെന്നറിയാം. പക്ഷെ വചനം പറയുന്ന ഇതാണ്, അഭിഷേകമുള്ളവൻ എന്തോ അറിവുള്ളവനാണ്. ആ അറിവ് എന്നുള്ള പ്രയോഗത്തിന് മാറ്റം വരുത്തിയിട്ട് അതിന് കൊടുക്കണം പരിജ്ഞാനം. എന്തോ വേണം നമുക്ക്? പരിജ്ഞാനം. 18 ദിവസം ദൈവസന്നിധിയിൽ ഇരുന്ന് എഴുന്നേൽക്കുമ്പോൾ ഉണ്ടല്ലോ, 21 തികയുമ്പോൾ ഉണ്ടല്ലോ, പരിജ്ഞാനം പൂർത്തി പ്രാപിച്ച് എഴുന്നേൽക്കണം. വിവിധ തരത്തിലുള്ള പരിജ്ഞാനമുണ്ട്. ആ പരിജ്ഞാനങ്ങളെ ഒക്കെ പ്രാപിച്ചു വേണം എഴുന്നേൽക്കാൻ. സ്തോത്രം. അറിവ്, ഏറ്റവും മികച്ച അറിവ് ഏതാണെന്നറിയാമോ? സ്തോത്രം. അഭിഷേകം പ്രാപിച്ച ഒരു വ്യക്തി അറിയേണ്ട ഏറ്റവും വലിയ അറിവ് എന്ന് പറയുന്നത് ഫിലിപ്പിയ ലേഖനം 1-9 വാക്യമാണ്. ഫിലിപ്പിയ ലേഖനം 1-9. അതാണ് ഏറ്റവും മികച്ച അറിവ് എന്ന് പറയുന്നത്. ഭേദാഭേദങ്ങളെ തിരിച്ചറിയേണ്ടതിന് എന്തുവാ? അഭിഷക്തനായ ഒരു വ്യക്തി ഭേദാഭേദങ്ങളെ തിരിച്ചറിയുന്നവനാകണം. എന്തോ മക്കളെ? ഭേദാഭേദം.
ഭേദമേത അഭേദമേതാണ്. യൂത്ത്സിന് മനസ്സിലാകുന്നുണ്ടോ? ഭേദമേത അഭേദം എന്ന് പറഞ്ഞാൽ വേണ്ടതേതാ വേണ്ടാത്തതേതാ, തള്ളേണ്ടതേതാ കൊള്ളേണ്ടതേതാ, ആകേണ്ടതെങ്ങനെ ആകരുതാത്തതെങ്ങനെ, ആരോടുകൂടെയാണ് ആകേണ്ടത് ആരോടുകൂടെ ആകാൻ പാടില്ല, എന്താകണം എന്തായിക്കൂടാ, എവിടെ പോകണം എവിടെ പോയിക്കൂടാ, എപ്പോൾ പോകണം എപ്പോൾ പോകരുത്. മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് ഭേദാഭേദങ്ങളെ തിരിച്ചറിയുക. ഈ ഭേദാഭേദങ്ങളെ തിരിച്ചറിയുക എന്നുള്ള നീണ്ട വാചകത്തിനൊരു ഒറ്റപ്പദം പറഞ്ഞാൽ അതാണ് ഉത്കൃഷ്ടമാനസം. എന്തോന്നാ? ഒന്ന് പറഞ്ഞേ. ഉത്കൃഷ്ടമാനസം. ഉത്കൃഷ്ടമാനസത്തിന്റെ ഇംഗ്ലീഷ് എന്തോന്നറിയാമോ? ഹിസ് എക്സലൻസി എന്നാണ് പറയുക. ഹിസ് എക്സലൻസി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? ഉത്കൃഷ്ടമാനസം. ഭേദാഭേദങ്ങളെ തിരിച്ചറിയുവാനുള്ള ആ കഴിവിനെയാണ് ഹിസ് എക്സലൻസി, ഉത്കൃഷ്ടമാനസം എന്ന് പറയുന്നത്. അത് വളരെ ഗൗരവമായൊരു സംഗതിയാണ്. അഭിഷക്തന്മാരെന്ന് പറയുന്നത്, നമ്മൾ സാധാരണ അഭിഷക്തനാണോ, പിന്നെ അഭിഷക്തനാണോ എന്നൊരു പാട്ടം കൊണ്ട് പാടിക്കൊടുത്താൽ ഇപ്പം പുള്ളി കേൾപ്പിക്കും അന്യഭാഷയാണ് അഭിഷേകം പ്രാപിച്ചതെന്നുള്ളതിന് നമ്മൾ വലിയ തെളിവായിട്ട് പറയുക. പക്ഷേ അന്യഭാഷയ്ക്ക് ഇരുന്നോട്ട് നല്ല കാര്യമാണ്, കുഴപ്പമില്ല. പക്ഷേ അന്യഭാഷ ഇഷ്ടം പോലെ പറയുന്ന പുള്ളി ഉത്കൃഷ്ടമാനസനല്ലെങ്കിൽ വൈരുദ്ധ്യതയാകും ജീവിതം. ഉത്കൃഷ്ടമാനസം. ഭേദാഭേദങ്ങളെ എന്ത് ചെയ്യാൻ പറ്റണം? തരംതിരിച്ചറിയണം. വേദപുസ്തകത്തിൽ നിരവധി താരങ്ങളുണ്ട്. അതിൽ ഉത്കൃഷ്ടമാനസൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരൊറ്റ വ്യക്തിയുള്ളൂ. ആരാത്? ദാനിയേലാണ് ഉത്കൃഷ്ടമാനസൻ എന്ന് പറയുക. അവൻ ഉത്കൃഷ്ടമാനസനായിരുന്നു. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഉത്കൃഷ്ടമാനസൻ. എന്ത് വേണം എന്ത് വേണ്ട, എന്ത് തള്ളണം എന്ത് കൊള്ളണം എന്ന് അവസാന വാക്ക് പറയാൻ കഴിയുന്ന ഒരുവൻ. അതാണ് ആത്മികരുടെ ഏറ്റവും വലിയ പരിജ്ഞാനമെന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? മക്കളെ, നിങ്ങൾ അറിയേണ്ടത് ഏറ്റവും പ്രധാനമായൊരു കാര്യമാണ്. ഉത്കൃഷ്ടമാനസത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണം. കർത്താവേ, ഭേദാഭേദങ്ങളെ തിരിച്ചറിയുവാൻ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ഒരുത്തൻ ചിരിച്ചു കാണിച്ചാൽ, ഒരുത്തി ചിരിച്ചു കാണിച്ചാൽ ആ ചിരിയുടെ പിന്നിലുള്ള ലക്ഷ്യം, ആ ചേതോവികാരം, അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നതായിരിക്കുന്ന വിവിധ ഭാവങ്ങളും വികാരങ്ങളും വിചാരങ്ങളെയും തിരിച്ചറിയുവാൻ കഴിയുന്ന കഴിവാണ് ഈ ഉത്കൃഷ്ടമാനസം എന്ന് പറയുന്നത്. അഭിഷേകത്തിനകത്ത് അങ്ങനെ ഒരു കൃപ കൂടെ അടക്കം ചെയ്തിട്ടുണ്ട്. എത്ര പേര് ആഗ്രഹിക്കുന്നുള്ളത്? അബദ്ധങ്ങളിൽ മണ്ടത്തരങ്ങളിലൊന്നും ചെന്ന് ചാടരുത്. 21 സുവാസവും കഴിഞ്ഞിട്ട്, മനസ്സിലായോ? അങ്ങനെ ചാടാതിരിക്കണമെങ്കിൽ ആവശ്യമില്ലാത്ത സാമ്പത്തിക കടക്കണിയിലൊന്നും ചെന്ന് ചാടിയേക്കരുത്. ആവശ്യമില്ലാത്ത ഫോൺ കോളിലൊന്നും ചെന്ന് വീഴരുത്. ആവശ്യമില്ലാത്ത വാട്സപ്പിലൊന്നും മൂക്കുകുത്തി പോകരുത്. ആവശ്യമില്ലാത്ത ഔദാര്യ ദാനങ്ങളിലൊന്നും ചെന്ന് പെട്ടുപോകരുത്. ആവശ്യമില്ലാത്ത ബന്ധങ്ങളിൽ കുരുങ്ങിപ്പോകരുത്. അങ്ങനെ ആകാതിരിക്കണമെങ്കിൽ പ്രാപിക്കേണ്ട വിലപ്പെട്ട ഒന്നാണ് അഭിഷേകത്തിന്റെ അനന്തരഫലമായി ഈ ഉത്കൃഷ്ടമാനസം. ഹല്ലേലൂയ. അത് ഏറ്റവും പ്രധാനം. അതൊരു ഇനി പറയുന്ന കൂടെ ശ്രദ്ധിച്ച്, ഒരു രാജ്യത്തിൽ ഒരു ഒറ്റ വ്യക്തിക്ക് മാത്രമേ ഉത്കൃഷ്ടമാനസം എന്ന പദവി കൊടുത്തിട്ടുള്ളൂ. അതാർക്ക്? പ്രസിഡന്റിനാണ്. അറിയാമോ? പ്രസിഡന്റ് സംബന്ധിക്കുന്ന ഒരു പ്രോഗ്രാം നടന്നാൽ ആ പ്രോഗ്രാം ഷീറ്റ് എഴുതുമ്പോൾ പ്രസിഡന്റിന്റെ പേരെഴുതുന്നതിന് മുൻപ് ഹിസ് എക്സലൻസി എന്ന് എഴുതണം. ആദരണീയനായ എന്നെഴുതിയാൽ പോരാ, ആദരണീയായ എന്നെഴുതിയാൽ പോരാ, ശ്രീ ശ്രീ സർവശ്രീ അങ്ങനെ ഒന്നും എഴുതിയാൽ പോരാ, ബഹുമാനപ്പെട്ട എന്നൊന്നും എഴുതിയാൽ പോരാ, ഹോണറബിൾ എന്നും എഴുതിയാൽ പോരാ. അതൊക്കെ പ്രോട്ടോകോൾ ലംഘനമാണ്. മുഖ്യമന്ത്രിക്ക് ഹോണറബിൾ മതി, മനസ്സിലായി? പ്രധാനമന്ത്രിക്കും ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ മതി. എം പിക്കും MLA-ക്കും ഒക്കെ അത് മതി. ആത്മീക നേതാവ്, നവോത്ഥാന നേതാവ്, സാംസ്കാരിക നേതാവ് ഒക്കെ ആണെങ്കിൽ ശ്രീ സർവശ്രീ ശ്രീ ശ്രീ എന്നൊക്കെ എഴുതിയാൽ മതി. പക്ഷെ പ്രസിഡന്റിന്റെ പേരെഴുതുന്നതിന് മുമ്പ് എഴുതപ്പെടേണ്ട, ചാർത്തേണ്ട വിശേഷ നാമമാണ് ഹിസ് എക്സലൻസി. മനസ്സിലാകുന്നുണ്ടോ? രാജകീയ പദവിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഹിസ് ഹൈനസ് എന്ന് ചേർക്കണം. അതും ഉത്കൃഷ്ടമാനസമാണ്. ഇതൊരു രാജ്യത്തിന്റെ ഒരു വ്യക്തിക്ക് മാത്രം, പ്രഥമ പൗരന് മാത്രം വിശേഷിപ്പിക്കുന്ന വിശേഷണം രക്ഷിക്കപ്പെട്ട അഭിഷക്തരായ മുഴുവൻ ആളുകൾക്കും വേണമെന്നാണ് പൗലോസ് പറയുന്നത്. ഉപവസിക്കുന്ന സകല ദൈവമക്കൾക്കും വേണ്ട ഒരു ക്വാളിറ്റിയാണ് ഹിസ് എക്സലൻസി. ഇന്ന് രാത്രി അത് പ്രാപിക്കാതെ മടങ്ങരുത്. കർത്താവേ, എൻ്റെ മേൽ അതിനെ നൽകണമേ. ഒരു നല്ല ഭാര്യയാകാൻ, ഒരു നല്ല ഭർത്താവാകാൻ, ഒരു നല്ല അമ്മയാകാൻ, ഒരു നല്ല അമ്മാവി അമ്മയാകാൻ, ഒരു നല്ല അപ്പനാകാൻ, ഒരു നല്ല അമ്മാവി അപ്പനാകാൻ, ഒരു നല്ല അനുജനായി, ഒരു നല്ല ജ്യേഷ്ഠനായി എനിക്ക് മാറാൻ, ഒരു നല്ല നാത്തൂനാകാൻ, ഒരു നല്ല ആളിയനാകാൻ. പ്രൈസ് ദി ലോർഡ്. ഉപവാസപ്രാർത്ഥനയിൽ ഇതൊക്കെയാ സംഭവിക്കേണ്ടേ. അല്ലാതെ വീക്കന്താക്കം, മുട്ടൽ ചതവേ, പൊള്ളൽ, നടുവേദന, പല്ലുവേദനയ്ക്കൊക്കെ സൗഖ്യം വന്നെന്ന് സാക്ഷ്യം പറഞ്ഞുകൊണ്ട് നടന്നിട്ട് നാത്തും പിന്നെയും പഴയ പോരുകാരി നാത്തൂനായതുകൊണ്ട് എന്നാ ഗുണം?
ഈ അളിയൻ എന്നൊക്കെ പറഞ്ഞ അളിഞ്ഞതിനെയാണോ പറയുന്നത്? ചില അളിയന്മാരങ്ങ് വല്ലാതെ അളിഞ്ഞു പോകും. 21 ദിവസം കഴിഞ്ഞാലും ആ അളിഞ്ഞതിന് ഒരു മാറ്റം വരുന്നില്ല. അങ്ങനൊന്നും ഉപവാസം ഇരുന്നിട്ട് കാര്യമില്ലെന്ന്. നമുക്ക് ഹിസ് എക്സലൻസി ഉണ്ടാകണം. എൻ്റെ റോളുകളിൽ എനിക്കൊന്നുകൂടെ കരുത്താർജിക്കണം. ഫിലിപ്പിയർ 1:20 പറയുന്ന, ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തുവിന്റെ ശരീരത്തിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ ഇപ്പോഴും എന്ന പോലെ എപ്പോഴും എന്തോ ചെയ്യുന്നു, മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുന്നു. എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും ഞാൻ അപ്പൻ എന്ന റോളിൽ, അമ്മാവിയപ്പൻ എന്ന റോളിൽ, അനിയൻ എന്ന റോളിൽ, ചേട്ടൻ എന്ന റോളിൽ, അമ്മാച്ചൻ എന്ന റോളിൽ, ഉപ്പാപ്പൻ എന്ന റോളിലെല്ലാം, ഭർത്താവ് എന്ന റോളിൽ, മരുമകൻ എന്ന റോളിലെല്ലാം ഞാൻ ആരെ വെളിപ്പെടുത്തണം? ക്രിസ്തുവിനെ. അമ്മ എന്ന റോളിൽ, അമ്മാവി അമ്മ എന്ന റോളിൽ, നാത്തൂൻ എന്ന റോളിൽ, മരുമകൾ എന്ന റോളിലെല്ലാം, ഭാര്യ എന്ന റോളിലെല്ലാം എനിക്ക് ആരെ വെളിപ്പെടുത്തണം? ക്രിസ്തുവിനെ വെളിപ്പെടുത്തണം. അതാണ് ഹിസ് എക്സലൻസി. ഹല്ലേലൂയ. ആ അഭിഷേകം നമ്മെ കൊണ്ട് അതാണ് നിർവഹിക്കേണ്ടത്. ആഗ്രഹിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അങ്ങനെ ഒരു അഭിഷേകത്തിന്റെ ജീവിതം, ആർക്കും തെറ്റു പറയാനാവാത്ത, ആർക്കും കുറ്റം പറയാനാവാത്ത, ആർക്കും ആക്ഷേപം പറയാനാവാത്ത വിധമുള്ള ജീവിതത്തിന്റെ എല്ലാ മൂല്യങ്ങളും, ധാർമ്മികവും സാൻമാർഗികവും ആത്മീയവും മൂല്യങ്ങളെ ഒരുമിച്ച് കോർത്തിണക്കിക്കൊണ്ട് മുൻപോട്ട് നീങ്ങുന്ന ഒരതിശ്രേഷ്ഠമായ വ്യക്തിത്വത്തിനുടമയാകുക. അതാണ് ഏതെന്ന് പറയുന്നത്? ഈ അറിവ്, ഭേദാഭേദങ്ങളെ തിരിച്ചറിയുക. അപ്പോൾ അഭിഷേകത്തിൽ എന്തുണ്ടെന്നാ പറഞ്ഞ്? ഒരറിവ് വ്യാപരിക്കുന്നുണ്ട്. ആ വാക്യം മറക്കരുത്. 2:20 പരിശുദ്ധനാൽ പ്രാപിച്ച അഭിഷേകത്താൽ നിങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? അറിയുന്നു. ദൈവമാരാണെന്ന അറിവ്, ക്രിസ്തുവാരാണെന്ന അറിവ്, പരിശുദ്ധാത്മാവാരാണെന്ന അറിവ്, സ്വർഗം എവിടെയാ, നരകം എവിടെയാ, മരണം എങ്ങനെയാ, മരണാനന്തരം എങ്ങനെയാ, വിവാഹം എങ്ങനെ, വിവാഹാനന്തരം എങ്ങനെ, രക്ഷ എന്താ, രക്ഷാനന്തരം എന്താ, സ്നാനം എന്താ, സ്നാനാനന്തരം എന്താ എന്നിത്യാദി വിഷയങ്ങളുടെ വകഭേദങ്ങളുടെ ആഴമേറിയ അറിവാണ് അഭിഷേകം നമുക്ക് തരുന്നത്. അഭിഷേകമുണ്ട്, പക്ഷേ വേദോത്സവം അറിയത്തില്ല. അഭിഷേകമുണ്ട്, സ്നാനം എന്തിനാണെന്നറിയത്തില്ല. അഭിഷേകമുണ്ട്, സ്നാനപ്പെട്ട ശേഷം എങ്ങനെ ജീവിക്കേണ്ടതെന്നറിയില്ല. അന്യഭാഷ വേണോ വേണ്ടയോ എന്ന് ഇപ്പോഴും കൺഫ്യൂഷനാണ്. അന്യഭാഷ പറഞ്ഞില്ലെങ്കിൽ എന്നാ കുഴപ്പമെന്ന് ആരെങ്കിലും തുറിച്ചൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ മറുപടി ഇല്ലാതാകുക. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞങ്ങളിത് പറയുക എന്നും പറഞ്ഞു. ദൈവശാസ്ത്രപരമായി അതിന് വേണ്ട ആലോചനകൾ പറയാൻ നമുക്ക് പറ്റുന്നില്ല. പക്ഷേ ഇവിടെ പറയുന്ന കാര്യം ഇതാ, ആ അഭിഷേകത്താൽ നാം സകലതും അറിയുന്നു. വേദപുസ്തകത്തെ ആഴത്തിൽ അറിയുവാൻ നമുക്ക് കഴിയണം. ആ അറിവ് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ എത്ര പേരുണ്ട്? 2025 ഒരു അറിവിന്റെ വർഷമാക്കി മാറ്റിക്കോണം. അഭിഷേകത്തിന്റെ ശക്തമായിരിക്കുന്ന അറിവ് ഏറ്റെടുത്ത് മുൻപോട്ട് ഗമിപ്പാൻ നമുക്ക് കഴിയണം. ബോധ്യമായവർ കരമുയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. ആമേൻ. അഭിഷേകവുമായി ബന്ധപ്പെട്ട അടുത്തൊരു ചിന്ത കൂടെ പറയാനേ നേരമുള്ളൂ. അതുകൂടെ പറയാം ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അഭിഷേകത്തിനൊരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. അഭിഷേകത്തിൽ എന്തോ ഉണ്ടെന്നാ എത്ര പേർ ആഗ്രഹിക്കുന്നു? ആ ശക്തിയുടെ പ്രാപണം. അത് ജനിതകമായി നമുക്ക് കിട്ടിയ ശക്തിയല്ല. അമ്മ ചുരത്തിയ മുലപ്പാലിൻ്റെ മഹത്വമായി നമ്മിൽ വ്യാപരിക്കപ്പെട്ട ശക്തിയല്ല. നമ്മളീ ഇങ്ങനെ ഉറച്ചു നിൽക്കുന്നത് അമ്മ ചുരത്തിയ മുലപ്പാലിൻ്റെ മഹത്വമാണ്. അത് സമയത്ത് നമുക്ക് കിട്ടിയത് കൊണ്ടാണ് നമ്മുടെ നാഡീഞരമ്പുകൾ പ്രബലമായി മാറിയതും. ഏതെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് 9 മാസം 9 ദിവസം 9 നാഴിക 9 വിനാഴിക അമ്മ ചുരത്തിയ, അമ്മയുടെ ശരീരത്തിൽ നിന്ന് ലഭിക്കപ്പെട്ട പോഷക മൂല്യങ്ങൾ നമ്മുടെ ആരോഗ്യമായി മാറി. പുറത്തു വന്ന ശേഷം അമ്മയുടെ നെഞ്ചകം ചുരത്തിയ ജീവനീരുറവയാണ് നമ്മുടെ ആരോഗ്യത്തിന് നിദാനമായത്. അതുകൊണ്ട് അമ്മയെന്ന പുണ്യത്തോടൊരിക്കലും മുഖം തിരിക്കരുത്. അമ്മയെ വേദനിപ്പിക്കരുത്. നിന്റെ നാക്ക് ചലിക്കുന്നത് കൊണ്ട് അമ്മയുടെ കണ്ണ് നനഞ്ഞു പോകരുത്. അമ്മ എത്ര തിരക്കാണെങ്കിലും നിന്റെ അമ്മയും അപ്പനും ഒറ്റപ്പെട്ടു പോകാൻ പാടില്ല. ഏത് ഓൾഡ് ഏജ് ഹോമിൽ അവരെ കൊണ്ട് വിടണമെന്ന് നീ ചിന്തിക്കുക പോലും ചെയ്യരുത്. നിന്റെ കയ്യിൽ അവരുണ്ടാകണം എപ്പോഴും. അവരുടെ മുറിയിൽ നിന്റെ സാന്നിധ്യം ഉണ്ടാകണം. ഉപവാസ പ്രാർത്ഥനയിൽ പ്രായോഗിക ക്രിസ്ത്യ ജീവിതത്തെക്കുറിച്ച് പറയുക. ഭയങ്കര തിരക്കാണെന്ന് പറഞ്ഞ് അപ്പനെ അമ്മ എവിടെയെങ്കിലും കൊണ്ട് ഉപേക്ഷിക്കരുത്. അവരുടെ മരുന്ന് തീർന്നോ, ഗുളിക തീർന്നോ, അവർക്ക് എന്താ ആഗ്രഹം, ഇതെല്ലാം അന്വേഷിച്ച് അവരോടൊപ്പം നിൽക്കണം എല്ലാവരും. മനസ്സിലായോ? അമ്മ ചുരത്തിയതായിരിക്കുന്ന ആ പോഷക മൂല്യമാണ് നമ്മുടെ ആരോഗ്യത്തിന് നിദാനമായിട്ടുള്ളത് എന്ന് നാം തിരിച്ചറിയണം. എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നത്, ആ ശക്തി അല്ല നമുക്ക് വേണ്ട ശക്തി. അഭിഷേകത്തിലൊരു ശക്തിയുണ്ട്. അപ്പൻ്റെ നെറ്റിത്തടം ഉയർത്തത് കൊണ്ട് മുറതെറ്റാതെ കിട്ടിയ ഭക്ഷണം നമ്മെ കരുത്തരാക്കി എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ആത്മീക ജീവിതത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അപ്പൻ നൽകിയ ഭക്ഷണ പദാർത്ഥങ്ങളുടെ ശക്തിയല്ല. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് വ്യാപരിപ്പിച്ച ഒരു ശക്തിയുണ്ട്. ആ ശക്തി പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? അഭിഷേകത്തിലൊരു ശക്തി അടക്കം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വാക്യം എവിടെന്നറിയാമോ?
എഫെസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങൾ ഒരുമിച്ച് വായിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്നവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുക. പിതാവായ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നിങ്ങൾ പ്രാപിക്കണമെന്ന് പറഞ്ഞിട്ട് പൗലോസ് പറയുകയാണ്, ദൈവത്തിൻ്റെ ശക്തിയുടെ വ്യാപാരത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം. ഹല്ലേലൂയ. അപ്പം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം വ്യാപരിപ്പിക്കുന്നൊരു ശക്തിയുണ്ട്. 18-ാമത് രാത്രിയിൽ അത് പകരുകയാണ് ദൈവം ഓരോ മൺകൂടാരത്തിലേക്ക്, ഓരോ മൺ ശരീരത്തിൽ ആ ശക്തിയെ പ്രാപിച്ചോണ്. പ്രൈസ് ദി ലോർഡ്. നമ്മെ തടയാൻ നിൽക്കുന്ന പോരുകളോട് വഴിമാറാൻ പറയുന്ന ഒരു ആർജവത്വമാണ് ശക്തിയിൽ അടക്കം ചെയ്തിട്ടുള്ളത്. കാലപ്പഴക്കമുള്ള ചില ദുർമന്ത്രവാദങ്ങളോട് എടുക്കുന്നതിൻ്റെ തകിടും കൂടും, എടുക്കുന്നതിൻ്റെ തന്ത്രങ്ങൾ, എടുക്കുന്നതിൻ്റെ ആയുധങ്ങൾ, ഞാൻ അനുഭവിക്കേണ്ട നന്മയുടെ മീതെ നീ വെച്ച് വാദിക്കുന്ന നിന്റെ ചെങ്കോൽ എടുത്തു മാറ്റുന്ന താൻ്റെ ഇടത്തോടെ പറയാൻ കഴിയുന്നൊരു ആർജവത്വമാണ് കർത്താവ് നമ്മിൽ പകരുന്ന ഈ ശക്തി. അഭിഷേകത്തിലൊരു ശക്തി വ്യാപരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവമക്കൾ എത്ര പേര് തിരിച്ചറിയും? എത്ര പേരത് തിരിച്ചറിയും? ഈ ശക്തിയുടെ പ്രാപണം താളമുള്ള പാട്ടിന് വേണ്ടി മാത്രമല്ല. ഈ ശക്തിയുടെ ഹല്ലേലൂയ അതിൻ്റെ ഉപയോഗം കീബോർഡിന്റെ കറുത്തതും വെളുത്തതുമായ കട്ടകളിൽ വിരലോടുമ്പം മാത്രമുള്ള സാധ്യതയല്ല. നീ ഒറ്റയ്ക്കിരിക്കുമ്പോഴും ശത്രുവിന്റെ മുൻപിൽ ആകപ്പെടുന്ന നേരത്തും പതറാതെ നിൽക്കാൻ കഴിയുന്ന ഒരു ശക്തിയുടെ പ്രഭാവമാണിത്. ആമേൻ. കുറിച്ചെടുക്കാൻ ഞാൻ 4 ചിന്തകൾ പറയാം ശക്തിയുമായി ബന്ധപ്പെട്ട്. കുറിക്കാൻ പേപ്പർ തുറന്നു വെച്ചിരിക്കുന്ന പലരെയും ഞാൻ കാണുന്നുണ്ട്. കുറിക്കണമല്ലോ. ദേ കേട്ടോണം. ശക്തിയുടെ വ്യതിരക്തത, ശക്തിയുടെ വ്യത്യസ്തത, ഒരേ ശക്തി നമ്മിൽ 4 നിലകളിൽ വ്യാപരിക്കുന്നതിനെ കുറിച്ച് അറിയാതെ പോകരുത്. നിന്ന് പറയാൻ ഈ രാത്രി മുഴുവൻ ഇരിക്കണം. ഞാനതിനെ ആ ചിന്തകളുടെ സ്കെൽട്ടൻ മാത്രം തരിക, രൂപരേഖ മാത്രം തരിക. ഒന്ന്, ദ പവർ എന്നതാണ്. ശക്തി എന്ന് മാത്രം വിളിക്കുന്ന ഒന്നുണ്ട്, ദ പവർ. അപ്പോസ്തലപ്രവൃത്തി 1-ന്റെ 8-ാം വാക്യത്തിൽ വായിക്കുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി. അവിടെ ദ പവർ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. കുറിച്ചോണം, ദ പവർ. എന്തിനാണ് ദ പവർ എന്നറിയോ? 18-ാമത് രാത്രിയിൽ വിളംബരം ചെയ്യുക. ദ പവർ ദൈവം തന്നത് സുവിശേഷീകരണത്തിനാണ്. എന്തോ വേണം? ബെന്നിപ്പാസ് യോഗം നടത്തുമ്പോൾ ഈ ആലയത്തിൽ വന്നിരുന്ന് ആരാധിക്കാനും സന്തോഷിക്കാനും കൈയടിക്കാനും മാത്രമല്ല ഈ ശക്തി. കവലകൾ, ഇടവഴികൾ, പെരുവഴികൾ, പട്ടണപ്രാന്തങ്ങൾ, മുക്കവലകൾ, നാൽക്കവലകൾ, 4 ആൾ കൂടുന്ന സകല ഇടങ്ങളിലും കോളനികളുടെ ഇടയിൽ ഉടക്കെ യാത്ര ചെയ്ത് വീട് വീടാന്തര കയറി ഇറങ്ങി യേശുവാണ് ഏക രക്ഷകൻ, യേശുവാണ് ഏക കർത്താവ്, യേശുവാണ് ഏക ദൈവം, യേശുവാണ് ഏക അവതാരം, യേശുവാണ് ഏക ആരാധ്യൻ, യേശുവാണ് ഏക മധ്യസ്ഥൻ, യേശുവാണ് ഏക നാഥൻ, യേശുവാണ് ഏക യോഗ്യൻ, യേശുവാണ് ഏക പരിശുദ്ധൻ, യേശുവാണ് ഏക ന്യായാധിപൻ, യേശുവാണ് ഏക വീണ്ടെടുപ്പുകാരൻ എന്ന തന്റെ ഇടത്തോടെ പറയാനാ ഈ ശക്തിയെ ദൈവം നൽകി തന്നിട്ടുള്ളത്. ഹല്ലേലൂയ. അപ്പോൾ ദ പവർ എന്തിനു വേണ്ടിയാന്നാ പറഞ്ഞേ? ഓൺലൈനുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടോ? ദ പവർ എന്തിനു വേണ്ടിയാ? സുവിശേഷീകരണത്തിന്, ഫോർ ഗോസ്പലൈസേഷൻ. വാട്ട് ഈസ് ഗോസ്പൽ? Christ Jesus is gospel. What is gospelization? Gospelization and the simply sharing Christ with the power of the Holy Spirit and living result to God. അതാണ് ഗോസ്പലൈസേഷൻ. വാട്ട് ഈസ് ഗോസ്പലൈസേഷൻ എന്ന് ചോദിച്ചാൽ, ഗോസ്പലൈസേഷന്റെ യഥാർത്ഥമായിരിക്കുന്ന ആശയം ഇത്, സിംപ്ലി ഷെയറിങ് ക്രൈസ്റ്റ് വിത്ത് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെ ക്രിസ്തുവിനെ എന്തോ ചെയ്യണം? പറയണം. എന്നിട്ട് അതിന്റെ റിസൾട്ട് എന്തായിരുന്നാലും ആർക്ക് കൊടുക്കണം? ദൈവത്തിന് വിട്ടു കൊടുക്കണം. നമ്മൾ സുവിശേഷം അറിയിച്ചിട്ട് ആരെങ്കിലും മാനസാന്തരപ്പെട്ടാൽ അതും പറഞ്ഞു നടക്കരുത്. ആ റിസൾട്ട് കർത്താവിന് കൊടുത്തേക്കണം. എൻ്റെ കഴിവുകൊണ്ട് മാനസാന്തരപ്പെട്ടതല്ല. ഞാൻ സുവിശേഷം അറിയിച്ചു, കർത്താവ് ഇടപെട്ടു, അവൻ മാനസാന്തരപ്പെട്ടു. ഇത് നമുക്ക് പറ്റുന്ന കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ആരെയെങ്കിലും വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നെങ്കിൽ പിന്നെ അവൻ്റെ പേരിലാണ് നമ്മൾ പിന്നെ അറിയപ്പെടുന്നത്. മനസ്സിലായോ? കർത്താവിൻ്റെ ദാസൻ എന്നെ ഇങ്ങനെ കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞ് ആ പേരും പെരുമയിലും നമ്മൾ പിന്നെ റിപ്പോർട്ട് ഉണ്ടാക്കുക. മനസ്സിലായോ? സുവിശേഷം അറിയിക്കാൻ പോയി 4 തല്ലുകൊണ്ടാലും നമ്മളത് മുതലാക്കും. നമുക്കെല്ലാം ബിസിനസ് ആണല്ലോ, അതാണ് എൻ്റെ സംഭവം. തല്ലുകൊണ്ട് കഴിഞ്ഞാൽ ആശുപത്രി കിടക്കുന്ന ഒരു ഫോട്ടോയും കൈയൊക്കെ വെച്ച് കെട്ടി കിടക്കുന്ന ഒരു ഫോട്ടോ വാട്സപ്പ്, യൂട്യൂബ്, ഫേസ്ബുക്ക് വഴിയെല്ലാം നമ്മൾ ഇങ്ങനെ വിതരണം ചെയ്തിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങി, ഞാൻ ഇങ്ങനെ മൃഗീയമായി ഉപദ്രവിക്കപ്പെട്ടു. ദൈവമക്കളെല്ലാവരും പ്രാർത്ഥിക്കണം. നമ്പർ താഴെ കൊടുക്കുന്നു, പ്രാർത്ഥിക്കണം. നമ്പർ തപ്പുമ്പോൾ ഫോൺ നമ്പർ അല്ല, അക്കൗണ്ട് നമ്പറാണ്. അക്കൗണ്ട് നമ്പറിലൂടെ എങ്ങനെ പ്രാർത്ഥിക്കുന്നതെന്ന് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല.
ആ ഫോൺ നമ്പർ ആണെങ്കിൽ പിന്നെ എങ്ങനെയുണ്ട് പാസേ ബ്രദറെ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ച് നമുക്ക് വിവരം അന്വേഷിച്ച് പ്രാർത്ഥിക്കാം. ഇത് അക്കൗണ്ട് നമ്പറിലൂടെ പ്രാർത്ഥിക്കാൻ സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഈ പറയുന്നത്? അപ്പം നമുക്ക് ആത്മാക്കൾ കിട്ടിയാലും തല്ലുകൊണ്ടാലും അതെല്ലാം നമുക്ക് ലാഭമായി മാറും. അതുകൊണ്ട് ഈ നിർവചനം ഞാൻ പറഞ്ഞത്, സിംപ്ലി ഷെയറിംഗ് ക്രൈസ്റ്റ് വിത്ത് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ലിവിംഗ് റിസൾട്ട് ടു ഗോഡ്. എന്തായിരുന്നാലും റിസൾട്ട് ആർക്ക് കൊടുക്കണം? അപ്പൊ ദ പവർ സുവിശേഷീകരണത്തിന്. അടുത്ത വേറൊരു വാക്യം തരാം, ദ മൈറ്റി പവർ. എങ്ങനെ? ആദ്യന്ത ശക്തി, അമിത ബലമെന്നാണ് അതിന്റെ മലയാളം. എഫെസ്യ ലേഖനം 6:10 ദ മൈറ്റി പവർ. ഇംഗ്ലീഷ് പ്രയോഗമാണ് എനിക്ക് ഇഷ്ടം ആ വാക്യങ്ങളിൽ. ദ മൈറ്റി പവർ. എന്തിനാ ആൻറ്റി മൈറ്റി പവർ? എന്തിനാണെന്നറിയാമോ? എന്തിനാ മൈറ്റി പവർ? പിശാചിനോട് പോരാടാൻ വേണ്ടിയാണ്. അന്ധകാരത്തിൻ്റെ ശക്തിയോട്, ലോകാധിപതിയോട് പോരാടാൻ വേണ്ടിയാണ്. ഈ ദുഷ്ടാത്മസേനയോട് പോരാടാൻ വേണ്ടിയാണ്. നമ്മുടെ നന്മകളെ തടയുന്ന ദുർമന്ത്രവാദ ശക്തിയോട് എടുക്കുന്നതിൻ്റെ തന്ത്രമെന്ന് പറയാനുള്ള ആർജവത്വമാ ദ മൈറ്റി പവർ. എത്ര പേര് ആഗ്രഹിക്കുന്നുള്ളത് പ്രാപിക്കാൻ? ഞാനൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾ എന്നോട് പിണങ്ങരുത്. വീട്ടിനകത്ത് വ്യാപരിക്കുന്ന, വ്യക്തികൾ വ്യാപരിക്കുന്ന ചില ഭൂതാത്മാക്കളെ ശാസിക്കാൻ ആരെയും വാടകയ്ക്കെടുക്കാൻ പോകരുത്. എത്ര പേര് ആമേൻ പറയും? മോൻ്റെയോ മോടെയോ കല്യാണം വരുമ്പം ചട്ടിയും തൊട്ടിയും വട്ടിയും കൊട്ടയും പന്തലിനുള്ള സാധനവും കമ്പിയും കട്ടയും എല്ലാം പോയി വാടകയ്ക്ക് എടുത്തോ, കുഴപ്പമില്ല. കാരണം 1000 പേര് വന്നാൽ 1000 പേരെ ഇരുത്താനുള്ള കസേര നമ്മുടെ വീട്ടിലില്ലല്ലോ. അതെന്ത് ചെയ്തേ പറ്റുള്ളൂ? വാടകയ്ക്കെടുത്തേ പറ്റൂ. 1000 പേർക്ക് ബിരിയാണി ഉണ്ടാക്കാനുള്ള പാത്രം നമ്മുടെ വീട്ടിലുണ്ടോ? ഇല്ലില്ല. അതൊക്കെ വാടകയ്ക്കെടുത്തേ പറ്റൂ. അതൊക്കെ വാടകയ്ക്കെടുത്തു. പക്ഷേ വീട്ടിനകത്തൊന്നും ഇറങ്ങത്തില്ലെന്ന് വാത് കിട്ടുന്ന പിശാചിനെ ശാസിക്കാൻ ആരെയും വാടകയ്ക്കെടുക്കാൻ പോകരുത്. എത്ര പേർക്ക് മനസ്സിലായി? അപ്പൊ പിന്നെ എന്തോ ചെയ്യണം? നീ പ്രാപിച്ച ഈ മൈറ്റി പവർ കൊണ്ട് അതിനെ തുരത്തണം. യേശുവിന്റെ നാമത്തിൽ ഇറങ്ങെന്ന് പറയാൻ കഴിയണം. അതിനുള്ള ശക്തി ആ ദൈവം നമ്മിലേക്ക് പകരുന്നത്. എത്ര പേര് അംഗീകരിക്കുന്നുണ്ട് ആ കാര്യം? എത്ര പേര് ഏറ്റെടുക്കും ആ ശക്തി, ആ അഭിഷേകത്തിന്റെ ശക്തി? ദ മൈറ്റി പവർ. ദ മൈറ്റി പവർ പ്രാപിച്ച ഒരു ദൈവ പൈതൽ തൻ്റെ ഇടത്തോടെ പറയണം, കടക്ക് പുറത്ത് യേശുവിന്റെ നാമത്തിൽ. ഈ കടക്ക് പുറത്തുനിന്നൊരു വാചകം പണ്ട് വൈറലായിരുന്നു. ആരാ? നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി സാറ് പറഞ്ഞ ആ വാചകം പത്രങ്ങളെല്ലാം കൂടെ ഭയങ്കരമായിട്ട് വൈറലാക്കി. കടക്ക് പുറത്ത് പുള്ളി പറഞ്ഞു. കടക്ക് പുറത്തുനിന്ന് മുഖ്യമന്ത്രിക്ക് പറയാമെങ്കിൽ ദ മൈറ്റി പവർ പ്രാപിച്ച വിശ്വാസിക്ക് തീർച്ചയായിട്ടും പറയാം. മുഖ്യമന്ത്രി കടക്ക് പുറത്തുനിന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അഭിഷേകം പ്രാപിച്ച ദൈവപൈതൽ പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ കടക്ക് പുറത്ത്. അപ്പൊ അതിനെന്നാ തീക്ഷ്ണതയാണെന്നറിയാമോ? അത് പറയാനുള്ള ശക്തിയാണ് ദ മൈറ്റി പവർ. അത് പ്രാപിച്ചവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അഭിഷേകത്തിന്റെ ശക്തിയോടെ പറയണം, ദുഷ്ടപിശാചെ എടുക്കുന്നതിന്റെ തന്ത്രം എന്റെ തലമുറയുടെ മേൽ നിനക്കെന്ന അവകാശം, എന്റെ കുഞ്ഞിന്റെ ഭാവി തടസ്സപ്പെടുത്താൻ നിനക്കെന്താ അവകാശം? യേശുവിന്റെ നാമത്തിൽ വഴിമാറ്, യേശുവിന്റെ നാമത്തിൽ വഴിമാറ്. കടക്ക് പുറത്ത്, ഈ വീട്ടിനകത്ത്, ഈ സഭയ്ക്ക്, ഈ കൂടിവരവിനകത്ത്, ഈ ബന്ധത്തിനകത്ത് നിനക്ക് സ്ഥാനമില്ല. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ശരീരാവയവങ്ങൾ വ്യാപരിക്കുന്ന രോഗബന്ധനങ്ങളോട് ശാസിക്ക്. പറ തൻ്റെ ഇടത്തോട്. യൂട്രസിനകത്ത് ഫൈബ്രോയിഡിനോടും, ഹാർട്ടിന്റെ വാൽവിന്റെ ബലക്ഷയത്തോടും, കിഡ്നിയുടെ ബലക്ഷയത്തോടും. ആഴ്ചയിൽ 2 എണ്ണം മതിയായിരുന്നു, ഇപ്പം 3 എണ്ണം വേണമെന്നൊക്കെ ഡോക്ടർ പറയുമ്പോൾ, ഡെയിലി വേണമെന്നൊക്കെ പറയുമ്പോൾ, ഒരു ദിവസം മുഴങ്കാലിരുന്ന് അങ്ങോട്ട് പ്രാർത്ഥിച്ചിട്ട് കാൽപ്പിക്ക. ദ മൈറ്റി പവർ കൊണ്ട് പറ, എൻ്റെ ശരീരം കർത്താവിന് വേണ്ടിയുള്ളതാ, എൻ്റെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഇതിനകത്ത് ആവശ്യമില്ലാത്ത ഓപ്പറേഷനും ആവശ്യമില്ലാത്ത മരുന്നും ഏട്ടപാടും ഏടാകൂടങ്ങളും പറ്റത്തില്ല. രോഗബന്ധനമേ ഞാൻ നിന്നെ ശ്വാസിക്കുന്നത് പറ. അഭിഷേകത്തോടെ ഏറ്റെടുത്ത് ആ വിടുതലൊന്ന് പ്രാപിക്കാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ദൈവകൃപ പ്രാപിച്ചവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ശേഖരമായി. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. സൗഖ്യം വ്യാപരിക്കുന്നുണ്ട് ഇന്ന് രാത്രി ചില ശരീരങ്ങളിലേക്ക്. ദ പവർ സുവിശേഷീകരണത്തിന്. ദ മൈറ്റി പവർ എന്തിനു വേണ്ടിയാ? പിശാചിനോട് പോരാടാനാ. ദ എക്സലൻസി പവർ ഉണ്ട്. 2 കൊരിന്ത്യർ 4:7 വിവരിക്കുന്നില്ല. ദ എക്സലൻസി പവർ എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ക്രിസ്തുവിനെ പോലെ ജീവിക്കാനാ, ആക്ഷേപമില്ലാതെ ജീവിക്കാനാണ് എക്സലൻസി പവർ. മനസ്സിലാകുന്നുണ്ടോ? എഫെസ്യ ലേഖനം 1:19-20 ഞാൻ പറഞ്ഞത് ദ എക്സീഡിംഗ് ഗ്രേറ്റ് പവർ. എക്സീഡിംഗ് ഗ്രേറ്റ് പവർ. അതെന്തിനാണെന്നറിയാമോ? അടച്ചു വെച്ചതിനെ പുറത്തു കൊണ്ടുവരുന്ന ശക്തിയാണ്.
ശത്രു അടച്ചു വെച്ചു, ഇനി നീ പുറത്ത് വരത്തില്ല. ഒരു ദുർവ്യാധി പിടിച്ച് അവൻ കിടപ്പിലായിപ്പോയി, അവൾ കിടപ്പിലായിപ്പോയി. ഇനി യോഗത്തിന് വരത്തില്ല, ഇനി ഓടനാവട്ടം കവലിലിറങ്ങത്തില്ല, ഇനി യാത്ര ചെയ്യത്തില്ല, ഇനി അവൻ പ്രസംഗിക്കത്തില്ല, ഞാൻ കിടത്തി അവനെ എന്ന് പറഞ്ഞ് ശത്രു ആഘോഷിക്കുമ്പോൾ കല്ലറയ്ക്കകത്ത് വെച്ചവനെ തുറന്ന് പുറത്തു കൊണ്ടുവരുവാൻ വ്യാപരിക്കപ്പെട്ട ശാക്തി. എഫെസ്യ ലേഖനം 1:19-20. അത് ക്രിസ്തുവിലും വ്യാപരിച്ചവനെ മാരിച്ചവരുടെ ഇടയിൽ നിന്ന്, ചിലതിനിടയിൽ നിന്ന് നിന്നെ പോക്കുന്ന ശാക്തി, അസൂയക്കാരുടെ ഇടയിൽ നിന്ന്, നിന്നെ ഒതുക്കുന്നവരുടെ ഇടയിൽ നിന്ന്, നിന്നെ അടച്ചവരുടെ ഇടയിൽ നിന്ന്, നിനക്ക് വേരുകെട്ടി വാരിച്ചു നിന്നവരുടെ ഇടയിൽ നിന്ന് അഭിഷേകത്തിലുള്ള കാര്യമായി നമ്മൾ രാത്രി ചിന്തിച്ചത്, അതെന്റെ മേലൊന്ന് വ്യാപരിപ്പിക്കണമേ, എന്റെ ഉള്ളിലേക്ക് അതിനെ ഒന്ന് പകരണമേ എന്ന് ഏൽപ്പിച്ചു കൊടുത്ത് ശാക്തിയോടെ കർത്താവിനെ സ്തുതിക്കട്ടെ. ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും ദൈവസന്നിധിയിൽ ഒരുമിച്ച് എഴുന്നേറ്റ് നിന്നാട്ടെ. അഭിഷേകത്തെ കുറിച്ച് നമ്മൾ കേട്ടത് വേറെ ഒന്നിനെ കുറിച്ചല്ല. ദാവീദും ഗോലിയാത്തും ഏലിയാവും ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് രാത്രി കേട്ടത് അഭിഷേകത്തെ കുറിച്ചാണ്. ആ അഭിഷേകത്തിൽ പദവികളുണ്ട്, അഭിഷേകത്തിൽ ഒരു അധികാരമുണ്ട്. വിവരിക്കാൻ നേരമില്ല. അഭിഷേകത്തിൽ എന്തോ ഉണ്ടെന്നാ പറഞ്ഞ്, ഒരധികാരം കൂടെ ഉണ്ട് കേട്ടോ. മഴയുടെ ദൈവത്തെ സേവിക്കുന്ന ആഹാബിന്റെ മുഖത്ത് നോക്കി അധികാരം പ്രാപിച്ചവൻ പറയുന്നു, ഞാൻ പറയാതെ മഴ പെയ്യത്തില്ല. അധികാരമാണത്. തന്നെക്കാൾ ഇരട്ടി നെടുപ്പമുള്ളവന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് കൊച്ചു പയ്യൻ ദാവീദ് പറയുക, നീ നിന്ദിച്ച ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരിക. അധികാരമാണത്, അധികാരമാണ്. തന്റെ പ്രസംഗത്തിനെതിരെ പോരാടി നിൽക്കുന്ന മന്ത്രവാദിയായ സെർഗ്യോസ് പൗലോസ് എലിമാസ് എന്ന് പറയുന്ന വിദ്വാന്റെ മുഖത്ത് നോക്കി പൗലോസ് പറയുന്നു, സകല കപടവും ധൂർത്തും നിറഞ്ഞ പിശാചിന്റെ മകനെ ആട്ടങ്ങ യേശുവിന്റെ നാമത്തിൽ. അവന്റെ കണ്ണിന്റെ ഫിലമെന്റ് അടിച്ച് അവൻ തറയിൽ പോയതാണ് നമ്മൾ വായിക്കുക. വെളിച്ചപ്പാടത്തെ സ്ത്രീയുടെ മേൽ വ്യാപരിക്കപ്പെട്ട ദുരാത്മാവിനോട് പൗലോസ് ശാസിക്കുന്നത് ദ എക്സീഡിങ് ഗ്രേറ്റ് പവറാണ്. ഇന്ന് രാത്രിയിൽ ചിലതിനെ പുറത്തു കൊണ്ടുവരുന്ന ദൈവശാക്തി, അടച്ചു വെച്ചതിനെ പുറത്തു കൊണ്ടുവരുന്ന ദൈവശാക്തിയുടെ വ്യാപാരം, ദ മൈറ്റി പവർ. ഇന്ന് രാത്രി അധികാരത്തോടെ പറയാൻ കഴിയുന്ന ഒരു ശാക്തി ദൈവം നമ്മിൽ വ്യാപരിപ്പിക്കുക. അതെനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ആ കരമൊന്ന് ഉയർത്തിക്കൂ. ആ കരമൊന്ന് ഉയർത്തി സ്തോത്രം ചെയ്തു. ഈ ശക്തി വ്യാപരിപ്പിക്കുക. എത്ര കുഞ്ഞുങ്ങളിലേക്ക് അത് വ്യാപരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവ്. ഓ റഖമന ഹന്തരാധന. കർത്താവ് കരമുയർത്തി നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ അവരുടെ കരത്തെ കർത്താവ് തൊടണമേ. അവിടുത്തെ കരം തൊട്ടതിനായി സ്തോത്രം ചെയ്യുകയാണ്. പെയ്തിറങ്ങട്ടെ അഭിഷേകത്തിന്റെ ശക്തി, ആത്മബലത്തിന്റെ വ്യാപാരം അവരുടെ ശരീരത്തിലേക്ക് പെയ്തിറങ്ങട്ടെ. അധികാരത്തിന്റെ ശക്തി, പദവിയുടെ ശ്രേഷ്ഠത, പൗരോഹിത്യത്തിന്റെ രാജത്വ പ്രൗഢിയുടെ മനോഹാരിത അവരിലേക്ക് വ്യാപരിച്ചിറങ്ങട്ടെ. ദുഷ്ടനോട് പോരാടുവാനുള്ള അമിത ബലത്തിന്റെ വ്യാപാരം ഇന്ന് രാത്രി അവരുടെ മേൽ പെയ്തിറങ്ങട്ടെ. മുൻപോട്ട് വിടത്തിൽ നിന്ന് വാദിക്കുന്ന ദുഷ്ടശക്തിയുടെ മതിൽക്കെട്ടുകളെ താട്ടി തകർത്തുകൊണ്ട് ദാവീദിനെ പോലെ മുൻപോട്ട് കുതിക്കുന്ന, പൗലോസിനെ പോലെ ശക്തമായി ആജ്ഞാപിക്കാൻ കഴിയുന്ന, ആ അഭിമാനത്തോടെ മുൻപോട്ട് നീങ്ങാൻ കഴിയുന്ന ശക്തിയുടെ വല്ലഭത്വം ഇന്ന് രാത്രി എല്ലാവരുടെ മേൽ പകർന്നിറങ്ങട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അഭിഷക്തരാകട്ടെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അഭിഷക്തരാകട്ടെ, ഞങ്ങളുടെ ദൈവദാസന്മാർ അഭിഷക്തരാകട്ടെ. അവരുടെ പ്രഭാഷണം വ്യത്യസ്തമാകട്ടെ. ഇന്ന് രാത്രിയിൽ ഈ അഭിഷേകത്തിന്റെ നിറവ്